അധ്യായം 6 സൂറത്തുൽ അൻആം. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 165. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വജഅലൽ ളുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും ഇരുട്ടുകളെയും വെളിച്ചത്തെയും ഉണ്ടാക്കുകയും ചെയ്ത അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. എന്നിട്ടും സത്യനിഷേധികൾ തങ്ങളുടെ രക്ഷിതാവിന് സമന്മാരെ ഉണ്ടാക്കുന്നു. ഹുവല്ലദീ ഖലഖകും മിൻ തീനിൻ സുമ്മ ഖദാ അജലൻ വഅജലുൻ മുസമ്മൻ ഇൻദഹു സുമ്മ അൻതും തംതറൂൻ. അവൻ നിങ്ങളെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചവനാണ്, പിന്നൊരവധി വിധിച്ചു. അവന്റെ അടുക്കൽ നിശ്ചിതമായ മറ്റൊരു അവധിയുണ്ട്, എന്നിട്ടും നിങ്ങൾ സംശയിക്കുന്നു. وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون. ആകാശങ്ങളിലും ഭൂമിയിലും അല്ലാഹുവാണവൻ. നിങ്ങളുടെ രഹസ്യവും പരസ്യവും മുഴുവൻ പ്രവർത്തികളും അവൻ അറിയുന്നു. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏതൊരു ദൃഷ്ടാന്തം വന്നു കിട്ടിയാലും അതിനെ അവർ അവഗണിച്ചു പിന്തിരിഞ്ഞു കളയുകയേ ചെയ്തിട്ടുള്ളൂ. فقد كذبوا بالحق لما جاءهم فسوف يأتيهم أنباء ما كانوا به يستهزئون. അങ്ങനെ തങ്ങൾക്ക് സത്യം ഖുർആൻ വന്നു കിട്ടിയപ്പോൾ അതിനെയും അവർ നിഷേധിച്ചു. എന്നാൽ തങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പുലർച്ച അവർക്ക് വഴിയെ അനുഭവപ്പെടും. ألم يروا كم أهلكنا من قبلهم من قرن مكناهم في الأرض ما لم نمكن لكم وأرسلنا السماء عليهم مدرارا وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم وأنشأنا من بعدهم قرنا آخرين. അവർക്ക് മുൻപ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് എന്നവർ അറിഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് നാം സ്വാധീനപ്പെടുത്തി തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഭൂമിയിൽ അവർക്ക് നാം സ്വാധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവർക്ക് നാം ധാരാളം മഴ ഇറക്കി കൊടുക്കുകയും അവരുടെ താഴ്ഭാഗങ്ങളിൽ കൂടി നാം നദികളെ ഒഴുക്കുന്നതാക്കുകയും ചെയ്തു. എന്നിട്ട് പാപങ്ങൾ നിമിത്തം അവരെ നാം നശിപ്പിച്ചു. അവർക്കു ശേഷം വേറെ ചില തലമുറകളെ നാം സൃഷ്ടിക്കുകയുണ്ടായി. وَلَوْ نَزَّلْنَا عَلَيْكَ كِتَابًا فِي قِرْطَاسٍ فَلَمَسُوهُ بِأَيْدِيهِمْ لَقَالَ الَّذِينَ كَفَرُوا إِنْ هَذَا إِلَّا سِحْرٌ مُبِينٌ. കടലാസിൽ എഴുതിയ ഒരു ഗ്രന്ഥം താങ്കൾക്ക് ഇറക്കിത്തരികയും സ്വന്തം കൈകൾ കൊണ്ട് അത് തൊടുകയും ചെയ്തിരുന്നാലും ഇത് വ്യക്തമായ മാരണമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് സത്യനിഷേധികൾ പറയുക. وَقَالُوا لَوْلَا أُنْزِلَ عَلَيْهِ مَلَكٌ وَلَوْ أَنزَلْنَا مَلَكًا لَقُضِيَ الْأَمْرُ ثُمَّ لَا يُنظَرُونَ. നബിയുടെ അടുത്തേക്ക് അദ്ദേഹത്തെ ശരിവെക്കുന്ന ഒരു മലക്കിനെ ഞങ്ങൾ കാണത്തക്ക രീതിയിൽ അയക്കപ്പെടാത്തതെന്തുകൊണ്ട് എന്നവർ ചോദിക്കുന്നു. നാം മലക്കിനെ അയച്ചിരുന്നുവെങ്കിൽ കാര്യം ഉടൻ തീരുമാനിക്കപ്പെടുമായിരുന്നു. പിന്നീട് അവർക്ക് ഇട നൽകപ്പെടുകയില്ല. وَلَوْ جَعَلْنَاهُ مَلَكًا لَجَعَلْنَاهُ رَجُلًا وَلَلَبَسْنَا عَلَيْهِمْ مَا يَلْبِسُونَ.
റസൂലിനെ മലക്കാക്കിയിരുന്നെങ്കിൽ ആ മലക്കിനെയും നാം ഒരു പുരുഷനാക്കുകയും ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന സംശയങ്ങൾ അവർക്ക് അപ്പോഴും നാം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. وَلَقَدِ اسْتُهْزِئَ بِرُسُلٍ مِّن قَبْلِكَ فَحَاقَ بِالَّذِينَ سَخِرُوا مِنْهُم مَّا كَانُوا بِهِ يَسْتَهْزِئُونَ. തീർച്ചയായും താങ്കൾക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവരിൽ നിന്ന് പരിഹസിച്ചവർക്ക് തങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിക്കുക തന്നെ ചെയ്തു. قُلْ سِيرُوا فِي الْأَرْضِ ثُمَّ انظُرُوا كَيْفَ كَانَ عَاقِبَةُ الْمُكَذِّبِينَ. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുകയും എന്നിട്ട് സത്യനിഷേധികളുടെ പരിണാമം എങ്ങനെയാണുണ്ടായതെന്ന് നോക്കിക്കാണുകയും ചെയ്യുക എന്ന് അവരോട് താങ്കൾ പറയുക. قُلْ لِمَن مَّا فِي السَّمَاوَاتِ وَالْأَرْضِ قُل لِّلَّهِ كَتَبَ عَلَى نَفْسِهِ الرَّحْمَةَ لَيَجْمَعَنَّكُمْ إِلَى يَوْمِ الْقِيَامَةِ لَا رَيْبَ فِيهِ الَّذِينَ خَسِرُوا أَنفُسَهُمْ فَهُمْ لَا يُؤْمِنُونَ. ആകാശഭൂമികളിലുള്ളതെല്ലാം ആരുടേതാണെന്ന് താങ്കൾ അവരോട് ചോദിക്കുക. അവ അല്ലാഹുവിനുള്ളതാണെന്ന് താങ്കൾ അവരോട് പറയുക. കരുണ തന്റെ ബാധ്യതയാക്കിയിരിക്കുകയാണവൻ. പുനരുത്ഥാന ദിവസം അവൻ തീർച്ചയായും നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. അതിലൊട്ടും സംശയമില്ല. തങ്ങൾക്ക് തന്നെ നഷ്ടമുണ്ടാക്കിയവർ ഒരിക്കലും വിശ്വസിക്കുന്നതല്ല. وَلَهُ مَا سَكَنَ فِي اللَّيْلِ وَالنَّهَارِ وَهُوَ السَّمِيعُ الْعَلِيمُ. രാപ്പകലുകളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. അവനെല്ലാം കേൾക്കുന്നവനും സർവവും അറിയുന്നവനുമാകുന്നു. قُلْ أَغَيْرَ اللَّهِ أَتَّخِذُ وَلِيًّا فَاطِرِ السَّمَاوَاتِ وَالْأَرْضِ وَهُوَ يُطْعِمُ وَلَا يُطْعَمُ قُلْ إِنِّي أُمِرْتُ أَنْ أَكُونَ أَوَّلَ مَنْ أَسْلَمَ وَلَا تَكُونَنَّ مِنَ الْمُشْرِكِينَ. ചോദിക്കുക, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹു അല്ലാത്തവരെയാണോ ഞാൻ ആരാധ്യനാക്കേണ്ടത്? അവൻ എല്ലാവർക്കും ഉപജീവനം നൽകുന്നു. അവന് ഉപജീവനം നൽകപ്പെടുന്നില്ല. താങ്കൾ പറയുക, മുസ്ലിങ്ങളിൽ ഒന്നാമൻ ഞാനാകണമെന്നും ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകരുതെന്നും ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. قُلْ إِنِّي أَخَافُ إِنْ عَصَيْتُ رَبِّي عَذَابَ يَوْمٍ عَظِيمٍ. എന്റെ റബ്ബിന്റെ കൽപ്പന ഞാൻ ധിക്കരിച്ചാൽ ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷയെ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു എന്ന് താങ്കൾ പറയുക. مَن يُصْرَفْ عَنْهُ يَوْمَئِذٍ فَقَدْ رَحِمَهُ وَذَلِكَ الْفَوْزُ الْمُبِينُ. അന്ന് ശിക്ഷയിൽ നിന്ന് ആര് ഒഴിവാക്കപ്പെടുന്നുവോ അവനെ അല്ലാഹു അനുഗ്രഹിക്കുക തന്നെ ചെയ്തു. അതൊരു വ്യക്തമായ വിജയം തന്നെയാണ്. وَإِن يَمْسَسْكَ اللَّهُ بِضُرٍّ فَلَا كَاشِفَ لَهُ إِلَّا هُوَ وَإِن يَمْسَسْكَ بِخَيْرٍ فَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. അല്ലാഹു താങ്കൾക്ക് എന്തെങ്കിലും ദോഷമേൽപ്പിക്കുകയാണെങ്കിൽ അവനല്ലാതെ അതിനെ അകറ്റാൻ ആരുമില്ല. ഇനി അവൻ വല്ല ഗുണവും നൽകുന്ന പക്ഷം അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. وَهُوَ الْقَاهِرُ فَوْقَ عِبَادِهِ وَهُوَ الْحَكِيمُ الْخَبِيرُ. അവൻ തന്റെ അടിമകളുടെ മേൽ പരമാധികാരിയാകുന്നു. യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനും സൂക്ഷ്മമായി അറിയുന്നവനുമത്രേ അവൻ. قُلْ أَيُّ شَيْءٍ أَكْبَرُ شَهَادَةً قُلِ اللَّهُ شَهِيدٌ بَيْنِي وَبَيْنَكُمْ وَأُوحِيَ إِلَيَّ هَذَا الْقُرْآنُ لِأُنذِرَكُم بِهِ وَمَن بَلَغَ أَئِنَّكُمْ لَتَشْهَدُونَ أَنَّ مَعَ اللَّهِ آلِهَةً أُخْرَى قُل لَّا أَشْهَدُ
قُلْ إِنَّمَا هُوَ إِلَٰهٌ وَاحِدٌ وَإِنَّنِي بَرِيءٌ مِّمَّا تُشْرِكُونَ. ഏത് വസ്തുവിന്റെ സാക്ഷ്യമാണ് ഏറ്റവും പ്രബലമായതെന്ന് താങ്കൾ അവരോട് ചോദിക്കുക. എനിക്കും നിങ്ങൾക്കുമിടയിൽ അല്ലാഹു സാക്ഷിയാണെന്ന് അവരോട് പറയുക. ഈ ഖുർആൻ എനിക്ക് വഹിയായി അറിയപ്പെട്ടിരിക്കുന്നത് ഇത് മുഖേന നിങ്ങളെയും ഇത് എത്തിക്കിട്ടുന്നവരെയും താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹുവോടൊപ്പം വേറെ ഇലാഹുകളുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ലെന്ന് താങ്കൾ പറയുക. അപ്രകാരം തന്നെ തീർച്ചയായും അവൻ ഒരേയൊരു ഇലാഹാണെന്നും നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ ഞാൻ മുക്തനാണെന്നും പറയുക. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم الذين خسروا أنفسهم فهم لا يؤمنون. നാം ആർക്ക് വേദം നൽകിയിട്ടുണ്ടോ അവർ താങ്കളുടെ സന്താനങ്ങളെ അറിയുന്നത് പോലെ നബിയെ അറിയുന്നുണ്ട്. താങ്കൾക്ക് തന്നെ നഷ്ടമുണ്ടാക്കിയവർ ഒരിക്കലും വിശ്വസിക്കുന്നതല്ല. ومن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح الظالمون. അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിപ്പറയുകയോ അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയോ ചെയ്യുന്നവനേക്കാൾ അക്രമി ആരാണ്? അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല. وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا أَيْنَ شُرَكَاؤُكُمُ الَّذِينَ كُنتُمْ تَزْعُمُونَ. നാം അവരെയെല്ലാം ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് വാദിച്ചിരുന്ന പങ്കാളികൾ എവിടെയെന്ന് ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം ഓർക്കുക. ثُمَّ لَمْ تَكُنْ فِتْنَتُهُمْ إِلَّا أَنْ قَالُوا وَاللَّهِ رَبِّنَا مَا كُنَّا مُشْرِكِينَ. പിന്നെ അവരുടെ ഫിത്ന ഇങ്ങനെ പറയൽ മാത്രമാണ്: രക്ഷിതാവായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങൾ മുശ്രിക്കുകളായിരുന്നിട്ടില്ല. انظُرْ كَيْفَ كَذَبُوا عَلَى أَنفُسِهِمْ وَضَلَّ عَنْهُمْ مَا كَانُوا يَفْتَرُونَ. സ്വന്തത്തെപ്പറ്റി അവർ തന്നെ കളവ് പറഞ്ഞതും തങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ടിരുന്ന ഇലാഹുകൾ അവരെ വിട്ട് മറഞ്ഞുപോയതും എങ്ങനെയെന്ന് താങ്കൾ നോക്കുക. وَمِنْهُمْ مَنْ يَسْتَمِعُ إِلَيْكَ وَجَعَلْنَا عَلَى قُلُوبِهِمْ أَكِنَّةً أَنْ يَفْقَهُوهُ وَفِي آذَانِهِمْ وَقْرًا وَإِنْ يَرَوْا كُلَّ آيَةٍ لَا يُؤْمِنُوا بِهَا حَتَّى إِذَا جَاءُوكَ يُجَادِلُونَكَ يقول الذين كفروا إن هذا إلا أساطير الأولين. താങ്കളുടെ വാക്കുകൾ ചെവി കൊടുത്ത് കേൾക്കുന്ന ചിലരും അവരിൽ തന്നെയുണ്ട്. അത് ഗ്രഹിക്കാതിരിക്കത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളുടെ മേൽ നാം ചില അടപ്പുകൾ ഇടുകയും ചെവികൾക്ക് ബധിരത ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാ ദൃഷ്ടാന്തങ്ങളും കണ്ടുകഴിഞ്ഞാലും അവർ അതിലൊന്നും വിശ്വസിക്കുന്നതല്ല. അങ്ങനെ തർക്കിക്കുന്നവരായി താങ്കളുടെ അടുത്ത് വന്നാൽ ആ സത്യനിഷേധികൾ പറയും, ഇതെല്ലാം പൂർവികരുടെ കെട്ടുകഥകൾ മാത്രമാകുന്നു. وهم ينهون عنه وينأون عنه وإن يهلكون إلا أنفسهم وما يشعرون. അവർ അതിൽ നിന്നും ഖുർആനിൽ നിന്ന് ജനങ്ങളെ തടയുകയും സ്വയം ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. സ്വന്തത്തെ തന്നെയാണ് തങ്ങൾ നശിപ്പിക്കുന്നതെന്ന് അവർ ഗ്രഹിക്കുന്നില്ല. ولو ترى إذ وقفوا على النار فقالوا
فقالوا يا ليتنا نرد ولا نكذب بآيات ربنا ونكون من المؤمنين. നരകത്തിന്റെ അടുക്കൽ അവർ നിർത്തപ്പെടുകയും അപ്പോൾ നാം ഒരിക്കൽ കൂടി മുൻലോകത്തേക്ക് മടക്കപ്പെടുകയും അങ്ങനെ നമ്മുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കാതിരിക്കുകയും സത്യവിശ്വാസികളിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവർ പറയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ സ്ഥിതി താങ്കൾ കണ്ടിരുന്നെങ്കിൽ അതൊരു ഭയങ്കര കാഴ്ച തന്നെയായിരിക്കുന്നതാണ്. بل بدا لهم ما كانوا يخفون من قبل ولو ردوا لعادوا لما نهوا عنه وإنهم لكاذبون. അങ്ങനെയല്ല, തങ്ങൾ മുമ്പ് മറച്ചുവെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് വെളിപ്പെട്ടു. ഇനി ഇഹലോകത്തേക്ക് മടക്കപ്പെട്ടാൽ തങ്ങളോട് വിരോധിക്കപ്പെട്ടത് തന്നെ അവർ ആവർത്തിക്കും. അവർ കളവ് പറയുന്നവർ തന്നെയാണ്. وقالوا إن هي إلا حياتنا الدنيا وما نحن بمبعوثين. നമ്മുടെ ഇഹലോക ജീവിതമല്ലാതെ മറ്റൊന്നില്ല, നാം പുനർജീവിക്കപ്പെടുന്നവരുമല്ല എന്നവർ പറയുകയും ചെയ്യും. ولو ترى إذ وقفوا على ربهم قال أليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون. തങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ അവർ നിർത്തപ്പെടുന്ന സന്ദർഭം താങ്കൾ കണ്ടാൽ അതൊരു ഭയങ്കര കാഴ്ചയായിരിക്കും. ഇത് പുനരുജ്ജീവിപ്പിക്കൽ സത്യമല്ലേ എന്ന് അള്ളാഹു ചോദിക്കും. അവർ പറയും, അതെ, ഞങ്ങളുടെ റബ്ബ് തന്നെ ശപഥം, ഇത് സത്യമാകുന്നു. എന്നാൽ നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്ന കാരണത്താൽ അതിനുള്ള ശിക്ഷ അനുഭവിച്ചു കൊള്ളുക എന്ന് അവൻ പറയും. قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون. പരലോകത്ത് അള്ളാഹുവുമായി കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ചവർ തീർച്ചയായും നഷ്ടപ്പെട്ടവരായിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ആ സമയം മരണഘട്ടം വന്നാൽ അഹോ കഷ്ടം, ഇഹലോക ജീവിതത്തിൽ ഞങ്ങൾ വീഴ്ച വരുത്തിയല്ലോ എന്നവർ വിളിച്ചു പറയും. പാപഭാരങ്ങൾ തങ്ങളുടെ മുതുകുകളിൽ അവർ ചുമക്കുന്നതാണ്. അറിയുക, അവർ ചുമക്കുന്ന ഭാരം എത്ര ചീത്ത. وما الحياة الدنيا إلا لعب ولهو وللدار الآخرة خير للذين يتقون أفلا تعقلون. ഐഹിക ജീവിതം കളിയും വിനോദവും മാത്രമാണ്. സൂക്ഷ്മതയുള്ളവർക്ക് പരലോകം തന്നെയാണുത്തമം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? قد نعلم إنه ليحزنك الذي يقولون فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون. അവർ പറയുന്നത് താങ്കളെ ദുഃഖിതനാക്കുന്നുണ്ടെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. തീർച്ചയായും യഥാർത്ഥത്തിൽ താങ്കളെയല്ല അവർ നിഷേധിക്കുന്നത്, പക്ഷേ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് ആ അക്രമികൾ നിഷേധിക്കുന്നത്. وَلَقَدْ كُذِّبَتْ رُسُلٌ مِّن قَبْلِكَ فَصَبَرُوا عَلَى مَا كُذِّبُوا وَأُوذُوا حَتَّى أَتَاهُمْ نَصْرُنَا وَلَا مُبَدِّلَ لِكَلِمَاتِ اللَّهِ وَلَقَدْ جَاءَكَ مِن نَّبَإِ الْمُرْسَلِينَ. തീർച്ചയായും താങ്കൾക്ക് മുമ്പ് പല മുർസലുകളും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ നിഷേധിക്കപ്പെട്ടതിലും നമ്മുടെ സഹായം ലഭിക്കുന്നതുവരെ ഉപദ്രവിക്കപ്പെട്ടതിലും അവർ ക്ഷമിച്ചു. അള്ളാഹുവിന്റെ വിധികളെ മാറ്റുന്ന ഒരാളുമില്ല.
തീർച്ചയായും മുർസലുകളുടെ ചരിത്രങ്ങളിൽ ചിലതിനെക്കുറിച്ച് അറിവ് താങ്കൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. وَإِن كَانَ كَبُرَ عَلَيْكَ إِعْرَاضُهُمْ فَإِنِ اسْتَطَعْتَ أَن تَبْتَغِيَ نَفَقًا فِي الْأَرْضِ أَوْ سُلَّمًا فِي السَّمَاءِ فَتَأْتِيَهُم بِآيَةٍ وَلَوْ شَاءَ اللَّهُ لَجَمَعَهُمْ عَلَى الْهُدَى فَلَا تَكُونَنَّ مِنَ الْجَاهِلِينَ. അവർ പിന്തിരിഞ്ഞുകളയൽ അസഹ്യമായി തോന്നുന്നുവെങ്കിൽ താങ്കൾ ഭൂമിയിൽ ഒരു ഗുഹ കണ്ടെത്തുകയോ ആകാശത്തേക്ക് ഒരു കോണി തേടിപ്പിടിക്കുകയോ ചെയ്ത് അവർക്ക് ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്നു കൊടുക്കാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ അത് ചെയ്തു കൊള്ളുക. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ അവരെ നേർമാർഗത്തിൽ ഒരുമിച്ചു കൂട്ടുമായിരുന്നു. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും അജ്ഞന്മാരിൽ പെട്ടുപോകരുത്. إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون. കേൾക്കുന്നവർ മാത്രമാണ് ഉത്തരം ചെയ്യുക. മരണമടഞ്ഞവരെ അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുകയും അനന്തരം അവനിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. وقالوا لولا نزل عليه آية من ربه قل إن الله قادر على أن ينزل آية ولكن أكثرهم لا يعلمون. തന്റെ റബ്ബിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് ഇറക്കപ്പെടാത്തതെന്തുകൊണ്ട് എന്നവർ ചോദിക്കുന്നു. താങ്കൾ പറയുക, ദൃഷ്ടാന്തമിറക്കാൻ അള്ളാഹുവിന് തീർച്ചയായും കഴിവുണ്ട്. പക്ഷേ അവരിൽ അധിക പേരും കാര്യത്തിന്റെ യാഥാർത്ഥ്യം അറിയുന്നില്ല. وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمم أمثالكم ما فرطنا في الكتاب من شيء ثم إلى ربهم يحشرون. ഭൂമിയിലുള്ള ജീവികളും രണ്ട് ചിറകുകൾ കൊണ്ട് പറക്കുന്ന പക്ഷികളുമെല്ലാം നിങ്ങളെപ്പോലെയുള്ള സമുദായങ്ങൾ തന്നെയാണ്. കിതാബിൽ ഒരു വക വീഴ്ചയും നാം വരുത്തിയിട്ടില്ല. അനന്തരം അവരുടെ രക്ഷിതാവിലേക്ക് തന്നെയാണ് അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. والذين كذبوا بآياتنا صم وبكم في الظلمات من يشاء الله يضلله ومن يشاء يجعله على صراط مستقيم. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ ബധിരന്മാരും ഊമകളുമാകുന്നു. അവർ പലതരം ഇരുട്ടുകളിലുമാണ്. അള്ളാഹു ആരെയെങ്കിലും വഴിപിഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെ വഴിപിഴപ്പിക്കുന്നു. അവൻ ആരെയെങ്കിലും നേർവഴിയിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. قُلْ أَرَأَيْتَكُمْ إِنْ أَتَاكُمْ عَذَابُ اللَّهِ أَوْ أَتَتْكُمُ السَّاعَةُ أَغَيْرَ اللَّهِ تَدْعُونَ إِن كُنتُمْ صَادِقِينَ. താങ്കൾ ചോദിക്കുക, ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നാൽ, അല്ലെങ്കിൽ അന്ത്യനാൾ വന്നാൽ അള്ളാഹു അല്ലാത്തവരോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുക? എന്നോട് പറയുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ بل إياه تدعون فيكشف ما تدعون إليه إن شاء وتنسون ما تشركون. അല്ല, അവനോട് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നീങ്ങിക്കിട്ടുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ച ആ വിപത്ത് താൻ ഉദ്ദേശിച്ചാൽ അവൻ നീക്കിത്തരും. അള്ളാഹുവിനോട് പങ്കുചേർത്തവരെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യും. وَلَقَدْ أَرْسَلْنَا إِلَى أُمَمٍ مِّن قَبْلِكَ فَأَخَذْنَاهُم بِالْبَأْسَاءِ وَالضَّرَّاءِ لَعَلَّهُمْ يَتَضَرَّعُونَ. തീർച്ചയായും താങ്കൾക്ക് മുമ്പുള്ള ചില സമുദായങ്ങളിലേക്ക് നാം ദൂതന്മാരെ അയച്ചു.
സ്വന്തം ജനത അവരെ ധിക്കരിച്ചപ്പോൾ ഞെരുക്കം കൊണ്ടും ദുരിതം കൊണ്ടും നാം അവരെ പിടിച്ചു, അവർ വിനയം കൈക്കൊള്ളാൻ വേണ്ടി. فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون. അങ്ങനെ നമ്മുടെ ശിക്ഷ അവർക്ക് വന്നെത്തിയിട്ട് പോലും അവർ എന്തുകൊണ്ട് വിനയം കാണിച്ചില്ല? എന്നാൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോകുകയും തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പിശാച് അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. فَلَمَّا نَسُوا مَا ذُكِّرُوا بِهِ فَتَحْنَا عَلَيْهِمْ أَبْوَابَ كُلِّ شَيْءٍ حَتَّى إِذَا فَرِحُوا بِمَا أُوتُوا أَخَذْنَاهُمْ بَغْتَةً فَإِذَا هُمْ مُبْلِسُونَ. അങ്ങനെ അനുസ്മരിക്കപ്പെട്ട കാര്യങ്ങൾ അവർ മറന്നപ്പോൾ ഗുണകരങ്ങളായ എല്ലാ കാര്യങ്ങളുടെയും വാതിലുകൾ നാം അവർക്ക് തുറന്നുകൊടുത്തു. അങ്ങനെ തങ്ങൾക്ക് നൽകപ്പെട്ടതിൽ തികച്ചും സന്തുഷ്ടരായി കഴിയുമ്പോൾ പൊടുന്നനവേ നാം അവരെ പിടികൂടി. അപ്പോൾ അവരതാ നിരാശരായിത്തീരുന്നു. فَقُطِعَ دَابِرُ الْقَوْمِ الَّذِينَ ظَلَمُوا وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ. അങ്ങനെ അക്രമികളായ ആ ജനത സമൂലം നശിപ്പിക്കപ്പെട്ടു. സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. قُلْ أَرَأَيْتُمْ إِنْ أَخَذَ اللَّهُ سَمْعَكُمْ وَأَبْصَارَكُمْ وَخَتَمَ عَلَى قُلُوبِكُمْ مَنْ إِلَٰهٌ غَيْرُ اللَّهِ يَأْتِيكُمْ بِهِ انظُرْ كَيْفَ نُصَرِّفُ الْآيَاتِ ثُمَّ هُمْ يَصْدِفُونَ. താങ്കൾ ചോദിക്കുക, അല്ലാഹു നിങ്ങളെ അന്ധന്മാരും ബധിരന്മാരുമാക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അവൻ സീൽ വയ്ക്കുകയും ചെയ്താൽ അവനല്ലാതെ ഏത് ഇലാഹാണ് നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തരാനുള്ളത്? നിങ്ങൾ എന്നോട് പറയൂ. നോക്കുക, തൗഹീദിനുള്ള ദൃഷ്ടാന്തങ്ങൾ ഏതെല്ലാം നിലക്കാണ് നാം അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത്, എന്നിട്ടും അവർ പിന്തിരിഞ്ഞുകളയുന്നു. قُلْ أَرَأَيْتَكُمْ إِنْ أَتَاكُمْ عَذَابُ اللَّهِ بَغْتَةً أَوْ جَهْرَةً هَلْ يُهْلَكُ إِلَّا الْقَوْمُ الظَّالِمُونَ. താങ്കൾ ചോദിക്കുക, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ അവിചാരിതമായോ പ്രത്യക്ഷമായി അടയാളങ്ങൾ കാണിച്ചിട്ട് തന്നെയോ വന്നെത്തിയാൽ അക്രമികളായ ജനതയല്ലാതെ അതുമൂലം ശിക്ഷയായി നശിപ്പിക്കപ്പെടുമോ എന്നോട് പറയുക. وَمَا نُرْسِلُ الْمُرْسَلِينَ إِلَّا مُبَشِّرِينَ وَمُنذِرِينَ فَمَنْ آمَنَ وَأَصْلَحَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ട് മാത്രമാണ് മുർസലുകളെ നാം അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും സത്യവിശ്വാസം കൈക്കൊള്ളുകയും പ്രവൃത്തികൾ നന്നാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല, അവർ വ്യസനിക്കുകയുമില്ല. وَالَّذِينَ كَذَّبُوا بِآيَاتِنَا يَمَسُّهُمُ الْعَذَابُ بِمَا كَانُوا يَفْسُقُونَ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരാകട്ടെ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിമിത്തം ശിക്ഷ അവരെ ബാധിക്കുന്നതാണ്. قُلْ لَا أَقُولُ لَكُمْ عِندِي خَزَائِنُ اللَّهِ وَلَا أَعْلَمُ الْغَيْبَ وَلَا أَقُولُ لَكُمْ إِنِّي مَلَكٌ إِنْ أَتَّبِعُ إِلَّا مَا يُوحَى إِلَيَّ قُلْ هَلْ يَسْتَوِي الْأَعْمَى وَالْبَصِيرُ أَفَلَا تَتَفَكَّرُونَ. പറയുക, അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലാണെന്നും അദൃശ്യ കാര്യങ്ങളെ ഞാൻ അറിയുമെന്നും ഞാനൊരു മലക്കാണെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് വഹിയ് അറിയിക്കപ്പെട്ടതിനെ മാത്രമാണ് ഞാൻ പിന്തുടരുന്നത്. താങ്കൾ ചോദിക്കുക, അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ?
وأنذر به الذين يخافون أن يحشروا إلى ربهم ليس لهم من دونه ولي ولا شفيع لعلهم يتقون. അള്ളാഹുവിനെ കൂടാതെ ഒരു രക്ഷകനോ ശുപാർശകനോ ഇല്ലാത്ത നിലയിൽ തങ്ങളുടെ റബ്ബിന്റെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിനെ ഭയപ്പെടുന്നവർക്ക് ഈ ഖുർആൻ കൊണ്ട് താങ്കൾ മുന്നറിയിപ്പ് നൽകുക. അവർ സൂക്ഷ്മത കൈക്കൊള്ളുന്നവരായേക്കാം. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين. തങ്ങളുടെ രക്ഷിതാവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും എല്ലാ സമയവും അവന് ഇബാദത്ത് ചെയ്യുന്നവരെ താങ്കൾ ആട്ടിക്കളയരുത്. ആട്ടിക്കളയത്തക്കവണ്ണം അവരെ സംബന്ധിച്ച് യാതൊരു കണക്കും നോക്കാനുള്ള ബാധ്യത താങ്കൾക്കില്ല. താങ്കളുടെ യാതൊരു കണക്കും നോക്കാനുള്ള ബാധ്യത അവർക്കുമില്ല. അവരെ ആട്ടിക്കളയുന്ന പക്ഷം താങ്കൾ അക്രമികളിൽ പെട്ടുപോകുന്നതാണ്. وَكَذَلِكَ فَتَنَّا بَعْضَهُم بِبَعْضٍ لِيَقُولُوا أَهَٰؤُلَاءِ مَنَّ اللَّهُ عَلَيْهِم مِّن بَيْنِنَا أَلَيْسَ اللَّهُ بِأَعْلَمَ بِالشَّاكِرِينَ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു അനുഗ്രഹിച്ചത് ഇവരെയാണോ എന്ന് പറയാൻ തക്കവണ്ണം അവരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് നാം ഇപ്രകാരം പരീക്ഷിച്ചിട്ടുണ്ട്. നന്ദിയുള്ളവരെക്കുറിച്ച് ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവല്ലേ. وَإِذَا جَاءَكَ الَّذِينَ يُؤْمِنُونَ بِآيَاتِنَا فَقُلْ سَلَامٌ عَلَيْكُمْ كَتَبَ رَبُّكُمْ عَلَى نَفْسِهِ الرَّحْمَةَ أَنَّهُ مَنْ عَمِلَ مِنكُمْ سُوءًا بِجَهَالَةٍ ثُمَّ تَابَ مِن بَعْدِهِ وَأَصْلَحَ فَأَنَّهُ غَفُورٌ رَّحِيمٌ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ താങ്കളുടെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറയുക. കരുണ ചെയ്യൽ തന്റെ ബാധ്യതയാക്കി നിങ്ങളുടെ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളിൽ ആരെങ്കിലും അജ്ഞത മൂലം തിന്മ ചെയ്യുകയും എന്നിട്ട് അതിനുശേഷം ഖേദിച്ചു മടങ്ങുകയും പ്രവൃത്തി നന്നാക്കുകയും ചെയ്താൽ അവൻ അതെല്ലാം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും തന്നെയാകുന്നു. وَكَذَلِكَ نُفَصِّلُ الْآيَاتِ وَلِتَسْتَبِينَ سَبِيلُ الْمُجْرِمِينَ. ഇപ്രകാരം ദൃഷ്ടാന്തങ്ങളെ നാം വിവരിച്ചു തരുന്നത് സന്മാർഗികളുടെ വഴി വെളിപ്പെടുവാനും ദുർമാർഗികളുടെ വഴി തെളിഞ്ഞു കാണാനും വേണ്ടിയാകുന്നു. قُلْ إِنِّي نُهِيتُ أَنْ أَعْبُدَ الَّذِينَ تَدْعُونَ مِن دُونِ اللَّهِ قُل لَّا أَتَّبِعُ أَهْوَاءَكُمْ قَدْ ضَلَلْتُ إِذًا وَمَا أَنَا مِنَ الْمُهْتَدِينَ. പറയുക, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന വസ്തുക്കൾക്ക് ഞാൻ ഇബാദത്ത് ചെയ്യൽ എന്നോട് വിരോധിക്കപ്പെടുക തന്നെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ തന്നിഷ്ടങ്ങളെ ഞാൻ പിന്തുടരുന്നതല്ല. അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഞാൻ വഴിതെറ്റി, ഞാൻ സന്മാർഗികളിൽപ്പെട്ടവനായതുമില്ല. قُلْ إِنِّي عَلَى بَيِّنَةٍ مِّن رَّبِّي وَكَذَّبْتُم بِهِ مَا عِندِي مَا تَسْتَعْجِلُونَ بِهِ إِنِ الْحُكْمُ إِلَّا لِلَّهِ يَقُصُّ الْحَقَّ وَهُوَ خَيْرُ الْفَاصِلِينَ. പറയുക, തീർച്ചയായും എന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള തെളിവിന്മേലാണ് ഞാൻ നിലകൊള്ളുന്നത്. നിങ്ങളാവട്ടെ അത് നിഷേധിച്ചിരിക്കുന്നു.
നിങ്ങൾ ധൃതി കൂട്ടുന്ന കാര്യം എന്റെ പക്കലുള്ളതല്ല. ഇക്കാര്യത്തിൽ വിധി അല്ലാഹുവിന് മാത്രമാണ്. അവൻ സത്യവാർത്ത അറിയിക്കുന്നു. തീരുമാനം ചെയ്യുന്നവരിൽ ഉത്തമനാണവൻ. قُل لَّوْ أَنَّ عِندِي مَا تَسْتَعْجِلُونَ بِهِ لَقُضِيَ الْأَمْرُ بَيْنِي وَبَيْنَكُمْ وَاللَّهُ أَعْلَمُ بِالظَّالِمِينَ. പറയുക, നിങ്ങൾ ധൃതി കൂട്ടുന്ന കാര്യം എന്റെ പക്കലായിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കുമിടയിൽ കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിയുമായിരുന്നു. അക്രമികളെക്കുറിച്ച് നന്നായി അറിയുന്നവനാകുന്നു അല്ലാഹു. وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. അദൃശ്യകാര്യങ്ങളുടെ താക്കോലുകൾ അവന്റെ പക്കൽ തന്നെയാണ്. അവനല്ലാതെ അവയെ അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. ഒരില വീഴുന്നത് അവൻ അറിയാതിരിക്കില്ല. ഭൂമിയുടെ ഇരുട്ടിൽ ഉള്ളിൽ ഉള്ള ഒരു ധാന്യമണിയോ പച്ചയെ ഉണങ്ങിയതോ ആയ ഏതെങ്കിലും ഒരു സാധനമോ അവൻ അറിയാതിരിക്കില്ല. അഥവാ വ്യക്തമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താതിരുന്നിട്ടില്ല. وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون. അവൻ നിങ്ങളെ രാത്രിയിൽ പിടിക്കുന്നു. നിങ്ങൾ പകൽ പ്രവർത്തിച്ചത് അവൻ അറിയുന്നുമുണ്ട്. പിന്നെ നിശ്ചിത അവധി പൂർത്തിയാക്കപ്പെടാനായി പകൽ അവൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. അനന്തരം അവനിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവിടെ വെച്ച് അവൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്. وهو القاهر فوق عباده ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون. അവൻ തന്റെ അടിമകളുടെ മേൽ പരമാധികാരമുള്ളവനാകുന്നു. അവൻ നിങ്ങൾക്ക് കാവൽക്കാരെ അയച്ചു തരുന്നു. അങ്ങനെ നിങ്ങളിൽ ആർക്കെങ്കിലും മരണം ആഗതമായാൽ നമ്മുടെ ദൂതന്മാർ അവനെ പിടിക്കും. അവർ യാതൊരു വീഴ്ചയും വരുത്തുകയില്ല. ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين. പിന്നീട് അവരെല്ലാം അവരുടെ യഥാർത്ഥ യജമാനനായ അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടും. ശ്രദ്ധിക്കുക, കാര്യം തീരുമാനിക്കാനുള്ള അധികാരം അന്ന് അവനു മാത്രമാണ്. അവൻ കണക്കു നോക്കുന്നവരിൽ ഏറ്റവും വേഗതയുള്ളവനാണ്. قُلْ مَن يُنَجِّيكُم مِّن ظُلُمَاتِ الْبَرِّ وَالْبَحْرِ تدعونه تضرعا وخفية لئن أنجانا من هذه لنكونن من الشاكرين. താങ്കൾ ചോദിക്കുക, ഈ വിപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചാൽ അവനോട് നന്ദിയുള്ളവരിൽ തീർച്ചയായും ഞങ്ങൾ ഉൾപ്പെട്ടുകൊള്ളാമെന്നും പരസ്യമായും രഹസ്യമായും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ കരയിലും കടലിലും വെച്ച് നേരിടുന്ന വിപത്തുകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ ആരാണ്? قُلِ اللَّهُ يُنَجِّيكُم مِّنْهَا وَمِن كُلِّ كَرْبٍ ثُمَّ أَنتُمْ تُشْرِكُونَ. പറയുക, ആ വിപത്തിൽ നിന്നും മറ്റെല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹു നിങ്ങളെ രക്ഷിക്കുന്നു. എന്നിട്ടും നിങ്ങൾ അവനോട് മറ്റുള്ളവരെ പങ്കുചേർക്കുകയാണ്. قُلْ هُوَ الْقَادِرُ عَلَىٰ أَن يَبْعَثَ عَلَيْكُمْ عَذَابًا مِّن فَوْقِكُمْ أَوْ مِن تَحْتِ أَرْجُلِكُمْ
أو من تحت أرجلكم أو يلبسكم شيعا ويذيق بعضكم بأس بعض انظر كيف نصرف الآيات لعلهم يفقهون. പറയുക, നിങ്ങളുടെ മേൽഭാഗത്തുനിന്നോ നിങ്ങളുടെ കാലുകൾക്കിടയിൽ നിന്നോ നിങ്ങൾക്കു നേരെ ശിക്ഷ അയക്കാൻ കഴിവുള്ളവൻ തന്നെയാണവൻ. നിങ്ങളെ പല കക്ഷികളാക്കി ഭിന്നിപ്പിച്ച് ഇടകലർത്തുകയും എന്നിട്ട് നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരുടെ ആക്രമണത്തിന്റെ രുചി അനുഭവിപ്പിക്കുകയും ചെയ്യാനും കഴിവുള്ളവൻ തന്നെയാണവൻ. അവർ ഗ്രഹിക്കാൻ വേണ്ടി നാം എങ്ങനെയെല്ലാമാണ് ലക്ഷ്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നതെന്ന് നോക്കുക. وكذب به قومك وهو الحق قل لست عليكم بوكيل. താങ്കളുടെ ജനത അതിനെ ഖുർആനെ നിഷേധിച്ചു. വാസ്തവത്തിൽ അത് സത്യം തന്നെയാണ്. താങ്കൾ പറയുക, ഞാൻ നിങ്ങളുടെ ഉത്തരവാദം ഏറ്റെടുത്തവനല്ല. لكل نبأ مستقر وسوف تعلمون. ഓരോ വാർത്തയ്ക്കുമുണ്ട് അത് സംഭവിക്കുന്ന ഒരു സമയം, നിങ്ങൾ പിന്നീട് അറിയുന്നതാണ്. وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا فَأَعْرِضْ عَنْهُمْ حَتَّى يَخُوضُوا فِي حَدِيثٍ غَيْرِهِ وَإِمَّا يُنْسِيَنَّكَ الشَّيْطَانُ فَلَا تَقْعُدْ بَعْدَ الذِّكْرَى مَعَ الْقَوْمِ الظَّالِمِينَ. നമ്മുടെ വാക്യങ്ങളെ വിമർശിച്ചുകൊണ്ട് അതിൽ പ്രവേശിക്കുന്നവരെ കണ്ടാൽ മറ്റൊരു വിഷയത്തിൽ അവർ പ്രവേശിക്കുന്നതുവരെ നീ അവരെ വിട്ടുമാറുക. ഈ നിർദ്ദേശം വല്ലപ്പോഴും പിശാച് നിന്നെ മറപ്പിച്ചു കളഞ്ഞാൽ അത് ഓർമ്മ വന്ന ശേഷം അക്രമികളായ ആ ജനങ്ങളോടുകൂടെ നീ ഇരിക്കരുത്. وَمَا عَلَى الَّذِينَ يَتَّقُونَ مِنْ حِسَابِهِمْ مِنْ شَيْءٍ وَلَكِنْ ذِكْرَى لَعَلَّهُمْ يَتَّقُونَ. ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് അവരുടെ ആ അക്രമികളുടെ കുറ്റങ്ങളിൽ നിന്ന് ഒന്നുമില്ല. എന്നാൽ അവരെ ഓർമ്മപ്പെടുത്തുക എന്നൊരു ബാധ്യത അവർക്കുണ്ട്. അവർ സൂക്ഷിക്കുവാൻ ഇടവന്നേക്കുമല്ലോ. وَذَرِ الَّذِينَ اتَّخَذُوا دِينَهُمْ لَعِبًا وَلَهْوًا وَغَرَّتْهُمُ الْحَيَاةُ الدُّنْيَا وَذَكِّرْ بِهِ أَن تُبْسَلَ نَفْسٌ بِمَا كَسَبَتْ لَيْسَ لَهَا مِن دُونِ اللَّهِ وَلِيٌّ وَلَا شَفِيعٌ وَإِن تَعْدِلْ كُلَّ عَدْلٍ لَّا يُؤْخَذْ مِنْهَا أُولَئِكَ الَّذِينَ أُبْسِلُوا بِمَا كَسَبُوا لَهُمْ شَرَابٌ مِّنْ حَمِيمٍ وَعَذَابٌ أَلِيمٌ بِمَا كَانُوا يَكْفُرُونَ. തങ്ങളുടെ മതത്തെ കളിയും വിനോദമാക്കി വെക്കുകയും ഐഹിക ജീവിതം കൊണ്ട് വഞ്ചിതരാവുകയും ചെയ്തവരെ അവരുടെ പാട്ടിനങ്ങ് വിട്ടേക്കുക. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റിന് അവൻ നാശത്തിലേക്ക് തള്ളപ്പെടാതിരിക്കാൻ വേണ്ടി അത് ഖുർആൻ കൊണ്ട് ഉപദേശം നൽകുകയും ചെയ്യുക. അള്ളാഹുവിനെ കൂടാതെ അവന് യാതൊരു ശുപാർശകനും സഹായിയും ഇല്ല. എല്ലാവിധ ദണ്ഡങ്ങളും സമർപ്പിച്ചാലും അവനിൽ നിന്ന് അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. തങ്ങളുടെ ദുഷ്പ്രവൃത്തി നിമിത്തം അവർ നാശത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. സത്യം നിഷേധിച്ചവരായതുകൊണ്ട് അത്യധികം ചൂടുള്ള പാനീയവും വേദനാജനകമായ ശിക്ഷയുമാണ് അവർക്കുള്ളത്. قُلْ أَنَدْعُو مِن دُونِ اللَّهِ مَا لَا يَنفَعُنَا وَلَا يَضُرُّنَا ونرد على أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين.
ചോദിക്കുക, അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കൾക്ക് ഇബാദത്ത് ചെയ്യുകയും അള്ളാഹു സന്മാർഗത്തിലാക്കിയ ശേഷം പിന്നോട്ട് മടങ്ങുകയുമാണോ ഞങ്ങൾ വേണ്ടത്? ഭൂമിയിൽ പിശാചുക്കൾ വഴിതെറ്റിച്ച് പരിഭ്രാന്തനായ ഒരു മനുഷ്യനെപ്പോലെ അവന് ചില കൂട്ടുകാരുണ്ട്. അവർ ഇതാ ഇങ്ങോട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് നേർമാർഗത്തിലേക്ക് അവനെ വിളിക്കുന്നുണ്ട്. പറയുക, അള്ളാഹുവിന്റെ മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം. ലോകരക്ഷിതാവിന് കീഴടങ്ങുവാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. وَأَنْ أَقِيمُوا الصَّلَاةَ وَاتَّقُوهُ وَهُوَ الَّذِي إِلَيْهِ تُحْشَرُونَ. നിങ്ങൾ നിസ്കാരം ക്രമപ്രകാരം നിർവഹിക്കണമെന്നും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവനിലേക്കാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. وَهُوَ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ بِالْحَقِّ وَيَوْمَ يَقُولُ كُن فَيَكُونُ قَوْلُهُ الْحَقُّ وَلَهُ الْمُلْكُ يَوْمَ يُنفَخُ فِي الصُّورِ عَالِمُ الْغَيْبِ وَالشَّهَادَةِ وَهُوَ الْحَكِيمُ الْخَبِيرُ. അവൻ സത്യസമേതം ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ്. ഉണ്ടാകുക എന്നവൻ പറയുന്ന സമയം അത് ഉദ്ദേശിച്ച വസ്തു ഉണ്ടാകുന്നു. അവന്റെ വാക്ക് സത്യമത്രേ. കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം ആധിപത്യം അവന് മാത്രമാണ്. അവൻ അദൃശ്യമായതും ദൃശ്യമായതും അറിയുന്നവനാണ്. യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ് അവൻ. وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ آزَرَ أَتَتَّخِذُ أَصْنَامًا آلِهَةً إِنِّي أَرَاكَ وَقَوْمَكَ فِي ضَلَالٍ مُبِينٍ. വിഗ്രഹങ്ങളെ നിങ്ങൾ ഇലാഹുകളാക്കി വെക്കുകയാണോ? നിങ്ങളെയും നിങ്ങളുടെ ജനതയെയും വ്യക്തമായ വഴികേടിലാണ് ഞാൻ കാണുന്നതെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവ് ആസറിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. وَكَذَلِكَ نُرِي إِبْرَاهِيمَ مَلَكُوتَ السَّمَاوَاتِ وَالْأَرْضِ وَلِيَكُونَ مِنَ الْمُوقِنِينَ. അപ്രകാരം ആകാശഭൂമികളുടെ മഹത്തായ ആധിപത്യം ഇബ്രാഹീമിന് നാം കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം അതിൽ നിന്ന് തൗഹീദ് മനസ്സിലാക്കാനും ദൃഢവിശ്വാസികളിൽപ്പെട്ട ആളായിരിക്കേണ്ടതിനുമായി. فَلَمَّا جَنَّ عَلَيْهِ اللَّيْلُ رَأَى كَوْكَبًا قَالَ هَذَا رَبِّي فَلَمَّا أَفَلَ قَالَ لَا أُحِبُّ الْآفِلِينَ. അങ്ങനെ രാത്രിയായപ്പോൾ ഒരു നക്ഷത്രത്തെ അദ്ദേഹം കണ്ടു. അപ്പോൾ ഇതാണ് എന്റെ റബ്ബ് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അത് മറഞ്ഞുപോയപ്പോൾ മറഞ്ഞു പോകുന്നവരെ ഇലാഹാക്കി വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. فَلَمَّا رَأَى الْقَمَرَ بَازِغًا قَالَ هَذَا رَبِّي فَلَمَّا أَفَلَ قَالَ لَئِن لَّمْ يَهْدِنِي رَبِّي لَأَكُونَنَّ مِنَ الْقَوْمِ الضَّالِّينَ. അങ്ങനെ ചന്ദ്രൻ ഉദിച്ചു കണ്ടപ്പോൾ ഇതാണ് എന്റെ റബ്ബ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതും അപ്രത്യക്ഷമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് മാർഗദർശനം ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ഞാൻ നേർമാർഗം കാണാതെ വഴിതെറ്റിയവരിൽ പെട്ടു പോകുക തന്നെ ചെയ്യുമായിരുന്നു. فَلَمَّا رَأَى الشَّمْسَ بَازِغَةً قَالَ هَذَا رَبِّي هَذَا أَكْبَرُ فَلَمَّا أَفَلَتْ قَالَ يَا قَوْمِ إِنِّي بَرِيءٌ مِّمَّا تُشْرِكُونَ. അനന്തരം സൂര്യൻ ഉദിച്ചു കണ്ടപ്പോൾ ഇതാണ് എന്റെ റബ്ബ്, ഇത് ഏറ്റവും വലിയതാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു, എന്റെ ജനങ്ങളെ അള്ളാഹുവോട് മറ്റു വസ്തുക്കളെ നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്നും തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു. إِنِّي وَجَّهْتُ وَجْهِيَ لِلَّذِي فَطَرَ السَّمَاوَاتِ وَالْأَرْضَ حَنِيفًا وَمَا
أنا من المشركين ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നേരെ തീർച്ചയായും ഞാനിതാ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു. ഞാൻ സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞവനാണ്. ഞാൻ ബഹുദൈവാരാധകരിൽപ്പെട്ടവനല്ല. وحاجه قومه قال أتحاجوني في الله وقد هدان ولا أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون ഇബ്രാഹീമിനോട് തന്റെ ജനത തർക്കിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിന്റെ ഏകത്വത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത്? തീർച്ചയായും അവൻ എന്നെ അതിലേക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ അവനോട് പങ്കുചേർക്കുന്ന വസ്തുക്കളെ ഞാൻ ഭയപ്പെടുകയില്ല. എന്റെ റബ്ബ് ഉദ്ദേശിച്ചതല്ലാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. എന്റെ റബ്ബ് എല്ലാ വസ്തുക്കളെക്കുറിച്ചും പരിപൂർണമായും അറിയുന്നവനാണ്. നിങ്ങൾ ഇതൊന്നും ചിന്തിക്കുന്നില്ലേ? وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാരാക്കി വെച്ച വസ്തുക്കളെ ഞാൻ എങ്ങനെയാണ് ഭയപ്പെടുക? അള്ളാഹു യാതൊരു തെളിവും നൽകിയിട്ടില്ലാത്ത ചില വസ്തുക്കളെ അവന്റെ പങ്കുകാരാക്കി വെക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നില്ല. ആ സ്ഥിതിക്ക് നമ്മിൽ ഏത് കക്ഷിക്കാണ് നിർഭയമായി ഇരിക്കാൻ കൂടുതൽ അർഹതയുള്ളത്? നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون സത്യത്തിൽ വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ശിർക്ക് കൂട്ടി ചേർക്കാതിരിക്കുകയും ചെയ്തവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ നേർമാർഗം പ്രാപിച്ചവരുമാകുന്നു. وتلك حجتنا آتيناها إبراهيم على قومه نرفع درجات من نشاء إن ربك حكيم عليم ഇബ്രാഹിം നബിയുടെ ജനതയ്ക്കെതിരായി അദ്ദേഹത്തിന് നാം കൊടുത്ത തെളിവുകളാണത്. ഉദ്ദേശിക്കുന്നവരെ നാം പലപടി ഉയർത്തുന്നതാണ്. തീർച്ചയായും താങ്കളുടെ റബ്ബ് സർവജ്ഞനും യുക്തിമാനുമാകുന്നു. وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ كُلًّا هَدَيْنَا وَنُوحًا هَدَيْنَا مِن قَبْلُ وَمِن ذُرِّيَّتِهِ دَاوُودَ وَسُلَيْمَانَ وَأَيُّوبَ وَيُوسُفَ وَمُوسَى وَهَارُونَ وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ അദ്ദേഹത്തിന് ഇബ്രാഹിമിന് നാം ഇസ്ഹാക്കിനെയും ഇസ്ഹാക്കിന്റെ പുത്രൻ യാക്കോബിനെയും ദാനമായി കൊടുത്തു. അവരെയെല്ലാം നാം നേർവഴിയിലാക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് നൂഹിനെയും നാം നേർവഴിയിലാക്കി. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ നിന്ന് ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, യൂസുഫ്, മൂസ, ഹാറൂൺ എന്നിവരെയും. അങ്ങനെയാണ് നാം സൽക്കർമ്മകാരികൾക്ക് പ്രതിഫലം നൽകുന്നത്. وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين സക്കരിയ, യഹിയ, ഈസ, ഇല്യാസ് എന്നിവരെയും ഇവരെല്ലാം സദ്വൃത്തരിൽപ്പെട്ടവരാകുന്നു. ഇസ്മായിൽ, അൽ യസ, യൂനുസ്, ലൂത്ത് എന്നിവരെയും നാം നേർവഴിയിലാക്കിയിട്ടുണ്ട്. ഇവരെയെല്ലാം ലോകരിൽ വെച്ച് നാം ഉത്കൃഷ്ടരാക്കിയിട്ടുണ്ട്.
ومن آبائهم وذرياتهم وإخوانهم واجتبيناهم وهديناهم إلى صراط مستقيم. ഇവരുടെ പിതാക്കൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എന്നിവരിൽ നിന്ന് പലരെയും നാം സന്മാർഗത്തിലാക്കിയിട്ടുണ്ട്. അവരെ നാം തെരഞ്ഞെടുക്കുകയും സന്മാർഗത്തിൽ ചേർത്തിക്കൊടുക്കുകയും ചെയ്തു. ذلك هدى الله يهدي به من يشاء من عباده ولو أشركوا لحبط عنهم ما كانوا يعملون. അതാണ് അള്ളാഹുവിന്റെ നേർവഴി. തന്റെ അടിമകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നവരെ അവൻ അതിൽ ചേർത്തിക്കൊടുക്കും. അവരെങ്ങാനും അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ തങ്ങൾ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. أولئك الذين آتيناهم الكتاب والحكم والنبوة فإن يكفر بها هؤلاء فقد وكلنا بها قوما ليسوا بها بكافرين. അവർക്ക് നാം ഗ്രന്ഥവും വിജ്ഞാനവും പ്രവാചകത്വവും നൽകി. അതിനാൽ ഈ കൂട്ടർ അറബി മുശ്രിക്കുകൾ അതെല്ലാം നിഷേധിക്കുന്നതായാൽ തീർച്ചയായും അത് നിഷേധിക്കാത്ത ഒരു ജനതയെ അത് നടപ്പിൽ വരുത്താനായി നാം വരമേൽപ്പിക്കുന്നതാണ്. أولئك الذين هدى الله فبهداه مقتده قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين. അവർ മേൽപ്പറഞ്ഞ പ്രവാചകന്മാർ തന്നെയാണ് അള്ളാഹു നേർവഴിയിലാക്കിയവർ. അതുകൊണ്ട് താങ്കൾ അവരുടെ നേർവഴിയെ പിന്തുടരുക. താങ്കൾ പറയുക, അതിന് ഈ ഖുർആൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നതിന് യാതൊരു പ്രതിഫലവും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. അത് ലോകർക്കുള്ളൊരു ഉദ്ബോധനം മാത്രമാകുന്നു. وما قدروا الله حق قدره إذ قالوا ما أنزل الله على بشر من شيء قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم قل الله ثم ذرهم في خوضهم يلعبون. അള്ളാഹു ഒരാൾക്കും യാതൊന്നും അവതരിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ അറിയേണ്ട യഥാർത്ഥ രൂപത്തിൽ അവർ അറിഞ്ഞിട്ടില്ല. മനുഷ്യർക്ക് പ്രകാശവും മാർഗദർശകവുമായി കൊണ്ട് മൂസാ നബി കൊണ്ടുവന്ന ഗ്രന്ഥം ആരാണ് അവതരിപ്പിച്ചത് എന്ന് താങ്കൾ അവരോട് ചോദിക്കുക. നിങ്ങൾ അതിനെ ചില കടലാസു കഷണങ്ങളിൽ എഴുതി അവ വെളിപ്പെടുത്തുന്നു, മിക്കതും മറച്ചുവെക്കുകയും ചെയ്യുന്നു. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും അറിഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവാണ് തൗറാത്ത് ഇറക്കിയത് എന്ന് താങ്കൾ പറയുക. പിന്നെ അവരുടെ ദുഷ്തർക്കത്തിൽ കളിച്ചു പുളയ്ക്കുന്ന നിലയിൽ അവരെ വിട്ടേക്കുക. وَهَذَا كِتَابٌ أَنزَلْنَاهُ مُبَارَكٌ مُصَدِّقُ الَّذِي بَيْنَ يَدَيْهِ وَلِتُنذِرَ أُمَّ الْقُرَى وَمَنْ حَوْلَهَا وَالَّذِينَ يُؤْمِنُونَ بِالْآخِرَةِ يُؤْمِنُونَ بِهِ وَهُمْ عَلَى صَلَاتِهِمْ يُحَافِظُونَ. ഇത് ഖുർആൻ നാം ഇറക്കിയതും അനുഗ്രഹീതവും മുമ്പിലുള്ളതിനെ ശരിവെക്കുന്നതുമായ ഒരു ഗ്രന്ഥമാകുന്നു. മക്കാക്കാരെയും അതിനു ചുറ്റും നാനാഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും താങ്കൾ താക്കീത് ചെയ്യാൻ വേണ്ടിയുമാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ ഇതിലും വിശ്വസിക്കും. തങ്ങളുടെ നിസ്കാരത്തിൽ അവർ കൃത്യനിഷ്ഠയുള്ളവരായിരിക്കുന്നതുമാണ്. وَمَنْ أَظْلَمُ مِمَّنِ
من افترى على الله كذبا أو قال أوحي إلي ولم يوحى إليه شيء ومن قال سأنزل مثل ما أنزل الله ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിപ്പറയുകയോ യാതൊരു സന്ദേശവും ലഭിക്കാതെ തന്നെ എനിക്ക് ദിവ്യ സന്ദേശം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയോ ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കും എന്നു പറഞ്ഞവനേക്കാളും വലിയ അക്രമി ആരാണ്? അത്തരം അക്രമികൾ മരണത്തിന്റെ ഭയാനക വിഷമങ്ങളിലാവുകയും മലക്കുകൾ കൈകൾ നീട്ടുന്നവരായി നിങ്ങളുടെ ജീവനെ പുറത്തേക്ക് തള്ളുക അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നതിനാലും അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിട്ട് അഹങ്കരിച്ചുകൊണ്ടിരുന്നതിനാലും ഇന്ന് നിങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷ പ്രതിഫലം തരുന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്ന സന്ദർഭം താങ്കൾ കണ്ടിരുന്നെങ്കിൽ അതൊരു ഭയങ്കര കാഴ്ച തന്നെയായിരിക്കും. وَلَقَدْ جِئْتُمُونَا فُرَادَى كَمَا خَلَقْنَاكُمْ أَوَّلَ مَرَّةٍ وَتَرَكْتُم مَّا خَوَّلْنَاكُمْ وَرَاءَ ظُهُورِكُمْ وَمَا نَرَىٰ مَعَكُمْ شُفَعَاءَكُمُ الَّذِينَ زَعَمْتُمْ أَنَّهُمْ فِيكُمْ شُرَكَاءُ لَقَدْ تَقَطَّعَ بَيْنَكُمْ وَضَلَّ عَنكُم مَّا كُنتُمْ تَزْعُمُونَ. തീർച്ചയായും നാം ആദ്യ തവണ സൃഷ്ടിച്ചതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏകന്മാരായി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. നാം ഭൂലോകത്ത് നൽകിയിരുന്നതെല്ലാം നിങ്ങൾ പുറകിൽ ഒഴിച്ചു വിടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ സംരക്ഷകരും ആരാധനകൾക്ക് അർഹരുമായിരിക്കുന്നതിൽ അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ വാദിച്ചിരുന്ന ശുപാർശകരെ നിങ്ങളോടൊപ്പം നാം കാണുന്നില്ല. തീർച്ചയായും നിങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞുപോയിരിക്കുന്നു. അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ വാദിച്ചിരുന്ന വസ്തുക്കളെല്ലാം നിങ്ങളെ വിട്ടു പോവുകയും ചെയ്തിരിക്കുന്നു എന്ന് പരലോകത്ത് വെച്ച് അള്ളാഹു ബഹുദൈവ വിശ്വാസികളോട് പറയുന്നതാണ്. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ് ദാലികുമുല്ലാഹു ഫഅന്നാ തുഅഫകൂൻ. വിത്തിനെയും കുരുക്കളെയും പിളർക്കുന്നത് അള്ളാഹുവാണ്. തീർച്ച അവൻ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവനുള്ളവയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് ജീവനില്ലാത്തവയെ പുറത്തേക്ക് കൊണ്ടുവരുന്നവനുമാണവൻ. അവനാണ് അള്ളാഹു എന്നിരിക്കെ സത്യത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തിരിക്കപ്പെടുന്നു? ഫാലിഖുൽ ഇസ്ബാഹി വജഅല അൽ-ലൈല സകനൻ വശ്-ശംസ വൽ-ഖമറ ഹുസ്ബാനാ ذلك تقدير العزيز العليم. അവൻ പ്രഭാതത്തിലെ ഇരുട്ടിനെ പിളർക്കുന്നവനാണ്. രാത്രിയെ വിശ്രമസമയവും സൂര്യനെയും ചന്ദ്രനെയും പല കാര്യങ്ങൾക്കുമുള്ള കണക്കുകളുടെ അടയാളങ്ങളും ആക്കി വെച്ചവനുമാകുന്നു. പ്രതാപവാനും സർവജ്ഞനുമായ അള്ളാഹുവിന്റെ നിർണയമാണത്. وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات البر والبحر قد فصلنا الآيات لقوم يعلمون. കരയിലെയും കടലിലെയും
അന്ധകാരങ്ങളിൽ വഴി അറിയേണ്ടതിന് നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു തന്നതും അവനാണ്. അറിയുന്ന ജനതയ്ക്ക് തീർച്ചയായും നാം ലക്ഷ്യങ്ങൾ വിവരിച്ചു തന്നിരിക്കുന്നു. وهو الذي أنشأكم من نفس واحدة فمستقر ومستودع قد فصلنا الآيات لقوم يفقهون. ഒരേയൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് അവനാകുന്നു. അങ്ങനെ അവൻ നിങ്ങൾക്ക് പാർപ്പിടവും സൂക്ഷിപ്പ് സ്ഥലവും ഉണ്ടാക്കിത്തന്നു. തീർച്ചയായും ചിന്തിച്ചു മനസ്സിലാക്കുന്ന ജനതയ്ക്ക് നാം ലക്ഷ്യങ്ങൾ വിവരിച്ചു തന്നിരിക്കുന്നു. وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعه إن في ذلكم لآيات لقوم يؤمنون. ആകാശത്തു നിന്നും വെള്ളം വർഷിച്ചതും അവൻ തന്നെയാണ്. എന്നിട്ട് ആ വെള്ളം മൂലം മുളയ്ക്കുന്ന എല്ലാ വസ്തുക്കളുടെയും മുളകളെ നാം പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നാം അതിൽ നിന്നും പച്ച ഇലകളും ശാഖകളും ഉൽപ്പാദിപ്പിച്ചു. പിന്നീട് അവയിൽ നിന്ന് തിങ്ങിക്കൂടി നിൽക്കുന്ന ധാന്യമണികളെ പുറത്തു കൊണ്ടുവരുന്നു. ഈത്തപ്പന മരത്തിൽ നിന്ന്, അതായത് അതിന്റെ കൊതുമ്പിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കതിരുകളുണ്ടാകുന്നു. മുന്തിരിത്തോട്ടങ്ങളെയും ഒലിവ് വൃക്ഷത്തെയും റുമ്മാൻ വൃക്ഷത്തെയും നാം ഉൽപ്പാദിപ്പിച്ചു. അവ പരസ്പരം സാദൃശ്യമുള്ളതും ഇല്ലാത്തതുമായ നിലയിൽ കായ്ക്കുന്ന ഘട്ടത്തിൽ അതിന്റെ പഴത്തിലേക്കൊന്ന് നോക്കുക, അത് പഴുത്ത് പാകമാകുമ്പോഴും ഒന്ന് നോക്കുക. സത്യത്തിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക് ഇതിലെല്ലാം ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. وَجَعَلُوا لِلَّهِ شُرَكَاءَ الْجِنَّ وَخَلَقَهُمْ وَخَرَقُوا لَهُ بَنِينَ وَبَنَاتٍ بِغَيْرِ عِلْمٍ سُبْحَانَهُ وَتَعَالَى عَمَّا يَصِفُونَ. അവർ അള്ളാഹുവിന് ജിന്നുകളെ പങ്കുകാരാക്കി ആ ജിന്നുകളെയും സൃഷ്ടിച്ചത് അവനായിരിക്കെ യാതൊരു അറിവുമില്ലാതെ അവന് ആൺമക്കളെയും പെൺമക്കളെയും ആരോപിക്കുകയും ചെയ്തു. അവർ നൽകുന്ന വിശേഷണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനും ഉന്നതനുമാകുന്നു. بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة وخلق كل شيء وهو بكل شيء عليم. ആകാശഭൂമികളെ മാതൃക കൂടാതെ നിർമ്മിച്ചവനാണവൻ. കൂട്ടുകാരിയില്ലാതിരിക്കെ അവന് സന്താനമുണ്ടാകുന്നതെങ്ങനെ? എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവനാണ്. എല്ലാ വസ്തുക്കളെക്കുറിച്ചും നല്ലതുപോലെ അറിയുന്നവനാകുന്നു അവൻ. ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل. അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. അവനല്ലാതെ ഒരു ഇലാഹുമില്ല. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവും അവനാകുന്നു. അതുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുക. എല്ലാ വസ്തുക്കളുടെയും കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവനത്രേ അവൻ. لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. കണ്ണുകൾ അവനെ പ്രാപിക്കുകയില്ല. കണ്ണുകളെ അവൻ പ്രാപിക്കും. അതിസൗമ്യനും സൂക്ഷ്മജ്ഞാനമുള്ളവനുമാണവൻ. قد جاء
جاءكم بصائر من ربكم فمن أبصر فلنفسه ومن عمي فعليها وما أنا عليكم بحفيظ. നബിയെ പറയുക, തീർച്ചയായും രക്ഷിതാവിങ്കൽ നിന്ന് പല ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും തന്റെ മനോദൃഷ്ടിയിലൂടെ സത്യം കണ്ടാൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. ആരെങ്കിലും അന്ധതയാണ് കൈക്കൊണ്ടതെങ്കിൽ അതിന്റെ ദോഷവും അവന് തന്നെ. ഞാൻ നിങ്ങളുടെ മേൽ സൂക്ഷിപ്പുകാരനല്ല. وَكَذَلِكَ نُصَرِّفُ الْآيَاتِ وَلِيَقُولُوا دَرَسْتَ وَلِنُبَيِّنَهُ لِقَوْمٍ يَعْلَمُونَ. അപ്രകാരം വിവിധ ദൃഷ്ടാന്തങ്ങൾ പല രൂപങ്ങളിൽ നാം എടുത്തുകാട്ടുന്നു, അവർ ചിന്തിക്കാനും മറ്റു ചിലരിൽ നിന്ന്. നീ പഠിച്ചുവെന്ന് അവർ സത്യനിഷേധികൾ പറയുവാനും വിവരമുള്ള ജനതയ്ക്ക് അതിനെ ഖുർആനെ നാം വിവരിച്ചു കൊടുക്കാനും വേണ്ടി. اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين. താങ്കളുടെ റബ്ബിൽ നിന്ന് താങ്കൾക്ക് ലഭിച്ച സന്ദേശങ്ങളെ പിന്തുടരുക, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ബഹുദൈവ വിശ്വാസികളെ താങ്കൾ അവഗണിക്കുകയും ചെയ്യുക. وَلَوْ شَاءَ اللَّهُ مَا أَشْرَكُوا وَمَا جَعَلْنَاكَ عَلَيْهِمْ حَفِيظًا وَمَا أَنْتَ عَلَيْهِمْ بِوَكِيلٍ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ ശിർക്ക് ചെയ്യുമായിരുന്നില്ല. താങ്കളെ അവരുടെ മേൽ നാം സൂക്ഷിപ്പുകാരനാക്കിയിട്ടില്ല. അവരെ സംബന്ധിച്ച് താങ്കൾ ഉത്തരവാദിയുമല്ല. وَلَا تَسُبُّوا الَّذِينَ يَدْعُونَ مِن دُونِ اللَّهِ فَيَسُبُّوا اللَّهَ عَدْوًا بِغَيْرِ عِلْمٍ كَذَلِكَ زَيَّنَّا لِكُلِّ أُمَّةٍ عَمَلَهُمْ ثُمَّ إِلَى رَبِّهِمْ مَرْجِعُهُمْ فَيُنَبِّئُهُم بِمَا كَانُوا يَعْمَلُونَ. അള്ളാഹുവിനെ വിട്ട് അവർ ആരാധിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ ശകാരിക്കരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം യാതൊരറിവുമില്ലാതെ അതിക്രമമായി അവർ അള്ളാഹുവിനെ ശകാരിക്കും. അപ്രകാരം ഓരോ സമുദായത്തിനും അവരുടെ പ്രവൃത്തികളെ നാം മനോഹരമാക്കി കൊടുത്തിരിക്കുന്നു. പിന്നീട് അവരുടെ മടക്കം തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് തന്നെയാണ്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവിടെ വെച്ച് അവൻ അവരോട് വിവരിച്ചു പറയുന്നതാണ്. وَأَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَئِن جَاءَتْهُمْ آيَةٌ لَّيُؤْمِنُنَّ بِهَا قُلْ إِنَّمَا الْآيَاتُ عِندَ اللَّهِ وَمَا يُشْعِرُكُمْ أَنَّهَا إِذَا جَاءَتْ لَا يُؤْمِنُونَ. വല്ല ദൃഷ്ടാന്തവും തങ്ങൾക്ക് വന്നു കിട്ടിയാൽ തീർച്ചയായും അതിൽ വിശ്വസിച്ചു കൊള്ളാമെന്ന് അവർ സത്യനിഷേധികൾ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു അങ്ങേയറ്റം ഉറപ്പിച്ചു പറഞ്ഞു. താങ്കൾ പറയുക, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണ്. അവ വന്നാൽ അവർ വിശ്വസിക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? وَنُقَلِّبُ أَفْئِدَتَهُمْ وَأَبْصَارَهُمْ كَمَا لَمْ يُؤْمِنُوا بِهِ أَوَّلَ مَرَّةٍ وَنَذَرُهُمْ فِي طُغْيَانِهِمْ يَعْمَهُونَ. ആദ്യ തവണ തന്നെ ഈ ഖുർആനിൽ അവർ വിശ്വസിക്കാതിരുന്നത് പോലെ നാം അവരുടെ ഹൃദയങ്ങളെയും കണ്ണുകളെയും മറിക്കുകയും തങ്ങളുടെ അതിക്രമത്തിൽ അന്ധതയോടെ വിഹരിക്കുന്നവരായി അവരെ വിട്ടുകളയുകയും ചെയ്യുമെന്നും നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? وَلَوْ أَنَّنَا نَزَّلْنَا إِلَيْهِمُ الْمَلَائِكَةَ وَكَلَّمَهُمُ الْمَوْتَى وحشرنا عليهم كل شيء قبلا ما كانوا ليؤمنوا إلا أن يشاء الله
ولكن أكثرهم يجهلون. അവരുടെ അടുക്കലേക്ക് നാം മലക്കുകളെ ഇറക്കുകയും മരണപ്പെട്ടു പോയവർ അവരോട് സംസാരിക്കുകയും സകല വസ്തുക്കളെയും കൂട്ടം കൂട്ടമായി നാം അവരുടെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നാൽ പോലും അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവർ സത്യത്തിൽ വിശ്വസിക്കുകയില്ല. പക്ഷേ അവരിൽ അധിക പേരും അത് അറിയുന്നില്ല. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون. അപ്രകാരം മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളെ എല്ലാ നബിമാർക്കും ശത്രുക്കളായി നാം നിയമിച്ചിട്ടുണ്ട്. ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഭംഗിവാക്കുകൾ രഹസ്യമായി അന്യോന്യം അവർ അറിയിക്കുന്നതാണ്. താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ അത് ചെയ്യുമായിരുന്നില്ല. അതിനാൽ അവരെയും അവർ കെട്ടിയുണ്ടാക്കുന്ന കള്ളവാദങ്ങളെയും അങ്ങ് വിട്ടേക്കുക. وَلِتَصْغَى إِلَيْهِ أَفْئِدَةُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ وَلِيَرْضَوْهُ وَلِيَقْتَرِفُوا مَا هُمْ مُقْتَرِفُونَ. പരലോക ജീവിതത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അതിലേക്ക് ചായുവാനും അവർ അത് തൃപ്തിപ്പെടാനും ആ പിശാചുക്കൾ പ്രവർത്തിക്കുന്നത് ഇവരും പ്രവർത്തിക്കുവാനുമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. أفغير الله أبتغي حكما وهو الذي أنزل إليكم الكتاب مفصلا والذين آتيناهم الكتاب يعلمون أنه منزل من ربك بالحق فلا تكونن من الممترين. അല്ലാഹുവല്ലാത്ത മറ്റൊരാളെയാണോ ഞാൻ വിധികർത്താവായി സ്വീകരിക്കേണ്ടത്? നിങ്ങൾക്ക് വിശദമായ വിവരങ്ങളോടുകൂടി ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് അവനാണല്ലോ. നാം ആർക്ക് ഗ്രന്ഥം നൽകിയിട്ടുണ്ടോ അവർക്കറിയാം. തീർച്ചയായും അത് ഖുർആൻ താങ്കളുടെ രക്ഷിതാവിൽ നിന്ന് സത്യസമേതം അവതരിപ്പിച്ചതാണെന്ന്. അതുകൊണ്ട് താങ്കൾ തീരെ സംശയാലുക്കളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. وَتَمَّتْ كَلِمَةُ رَبِّكَ صِدْقًا وَعَدْلًا لا مبدل لكلماته وهو السميع العليم. താങ്കളുടെ റബ്ബിന്റെ വചനങ്ങൾ സത്യവും നീതിയുമായി പൂർത്തിയായിരിക്കുന്നു. അവന്റെ വചനങ്ങളെ ഭേദപ്പെടുത്തുന്ന ആരുമില്ല. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. وَإِن تُطِعْ أَكْثَرَ مَن فِي الْأَرْضِ يُضِلُّوكَ عَن سَبِيلِ اللَّهِ إِن يَتَّبِعُونَ إِلَّا الظَّنَّ وَإِنْ هُمْ إِلَّا يَخْرُصُونَ. ഭൂമിയിലുള്ള അധികം ആളുകൾക്കും വഴിപ്പെട്ടാൽ താങ്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ തെറ്റിച്ചു കളയും. അവർ ഊഹത്തെ മാത്രം പിൻപറ്റുന്നവരാണ്. അനുമാനിച്ചു പറയുക മാത്രമാണ് അവർ ചെയ്യുന്നത്. إِنَّ رَبَّكَ هُوَ أَعْلَمُ مَن يَضِلُّ عَن سَبِيلِهِ وَهُوَ أَعْلَمُ بِالْمُهْتَدِينَ. തന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവരെ തീർച്ചയായും താങ്കളുടെ റബ്ബ് അറിയുന്നവനാണ്. സന്മാർഗം പ്രാപിച്ചവരെക്കുറിച്ചും അവൻ നല്ലതുപോലെ അറിയുന്നവനാകുന്നു. فَكُلُوا مِمَّا ذُكِرَ اسْمُ اللَّهِ عَلَيْهِ إِن كُنتُم بِآيَاتِهِ مُؤْمِنِينَ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ അവന്റെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെട്ടതിൽ നിന്ന് ഭക്ഷിക്കുക. وَمَا لَكُمْ أَلَّا تَأْكُلُوا مِمَّا ذُكِرَ اسْمُ اللَّهِ عَلَيْهِ وَقَدْ فَصَّلَ لَكُم مَّا حَرَّمَ عَلَيْكُمْ إِلَّا مَا اضْطُرِرْتُمْ إِلَيْهِ وَإِنَّ كَثِيرًا لَّيُضِلُّونَ بِأَهْوَائِهِم بِغَيْرِ عِلْمٍ إِنَّ رَبَّكَ هُوَ أَعْلَمُ بِالْمُعْتَدِينَ.
അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെട്ടതിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കാൻ എന്തു ന്യായമാണ് നിങ്ങൾക്കുള്ളത്? അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത് നിങ്ങൾക്കവൻ വിശദീകരിച്ചു തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ഏതൊന്നിലേക്ക് നിർബന്ധിതരായി തീരുന്നുവോ അതൊഴിച്ച്. തീർച്ചയായും അധികം ആളുകളും ഒരു വക അറിവുമില്ലാതെ തന്നിഷ്ടങ്ങൾക്കൊത്ത് ജനങ്ങളെ വഴിതെറ്റിക്കുകയുമാണ്. തീർച്ചയായും അത്തരം അക്രമികളെക്കുറിച്ച് താങ്കളുടെ റബ്ബ് നല്ലവണ്ണം അറിയുന്നവനാണ്. وَذَرُوا ظَاهِرَ الْإِثْمِ وَبَاطِنَهُ إِنَّ الَّذِينَ يَكْسِبُونَ الْإِثْمَ سَيُجْزَوْنَ بِمَا كَانُوا يَقْتَرِفُونَ. പരസ്യവും രഹസ്യവുമായ എല്ലാ കുറ്റങ്ങളും നിങ്ങൾ വർജിക്കുക. തീർച്ചയായും പാപം ചെയ്യുന്നവർക്ക് തങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനുള്ള പ്രതിഫലം പിന്നീട് നൽകപ്പെടുന്നതാണ്. وَلَا تَأْكُلُوا مِمَّا لَمْ يُذْكَرِ اسْمُ اللَّهِ عَلَيْهِ وَإِنَّهُ لَفِسْقٌ وَإِنَّ الشَّيَاطِينَ لَيُوحُونَ إِلَى أَوْلِيَائِهِمْ لِيُجَادِلُوكُمْ وَإِنْ أَطَعْتُمُوهُمْ إِنَّكُمْ لَمُشْرِكُونَ. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്. അത് കുറ്റം തന്നെയാണ്. നിങ്ങളുമായി തർക്കിക്കേണ്ടതിന് പിശാചുക്കൾ തങ്ങളുടെ മിത്രങ്ങൾക്ക് രഹസ്യമായി വിവരം കൊടുക്കുന്നതാണ്. അവർക്കു നിങ്ങൾ വഴിപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ അള്ളാഹുവോട് പങ്കുചേർത്തവർ തന്നെയാണ്. أَوَمَنْ كَانَ مَيْتًا فَأَحْيَيْنَاهُ وَجَعَلْنَا لَهُ نُورًا يَمْشِي بِهِ فِي النَّاسِ كَمَنْ مَثَلُهُ فِي الظُّلُمَاتِ لَيْسَ بِخَارِجٍ مِنْهَا كَذَلِكَ زُيِّنَ لِلْكَافِرِينَ مَا كَانُوا يَعْمَلُونَ. ശവമായി പോയതിനു ശേഷം നാം ജീവിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ ശരിക്കു നടക്കത്തക്ക വെളിച്ചം നാം നൽകുകയും ചെയ്തവൻ ഒരിക്കലും കരകയറാതെ പലതരം ഇരുട്ടുകളിൽ കിടന്ന് വട്ടം തിരിയുന്നവനെ പോലെയാണോ? ഇപ്രകാരം അവിശ്വാസികൾക്ക് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു. وَكَذَلِكَ جَعَلْنَا فِي كُلِّ قَرْيَةٍ أَكَابِرَ مُجْرِمِيهَا لِيَمْكُرُوا فِيهَا وَمَا يَمْكُرُونَ إِلَّا بِأَنفُسِهِمْ وَمَا يَشْعُرُونَ. അതുപ്രകാരം ഓരോ നാട്ടിലും കുതന്ത്രങ്ങൾ പ്രയോഗിക്കാനായി അവിടുത്തെ ദുഷ്ടന്മാരിൽ പ്രധാനികളെ നാം നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ സ്വന്തത്തോട് തന്നെയല്ലാതെ അവർ കുതന്ത്രം പ്രയോഗിക്കുന്നില്ല. അതവർ അറിയുന്നില്ല എന്നു മാത്രം. وَإِذَا جَاءَتْهُمْ آيَةٌ قَالُوا لَن نُّؤْمِنَ حَتَّى نُؤْتَىٰ مِثْلَ مَا أُوتِيَ رُسُلُ اللَّهِ اللَّهُ أَعْلَمُ حَيْثُ يَجْعَلُ رِسَالَتَهُ سَيُصِيبُ الَّذِينَ أَجْرَمُوا صَغَارٌ عِندَ اللَّهِ وَعَذَابٌ شَدِيدٌ بِمَا كَانُوا يَمْكُرُونَ. അവർക്ക് വല്ല ദൃഷ്ടാന്തവും വന്നു കിട്ടിയാൽ അള്ളാഹുവിന്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടതുപോലെയുള്ളത് ഞങ്ങൾക്കും നൽകപ്പെടുന്നതുവരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്നവർ പറയും. തന്റെ ദൗത്യം സ്ഥാപിക്കേണ്ടത് എവിടെയാണെന്ന് അള്ളാഹുവിന് നല്ലതുപോലെ അറിയാം. പാപം ചെയ്തവരെ അവർ കുതന്ത്രം പ്രയോഗിച്ചിരിക്കുന്നതിന്റെ ഫലമായി അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് നിന്ദയും കഠിന ശിക്ഷയും ബാധിക്കുന്നതാണ്. فَمَن يُرِدِ اللَّهُ أَن يَهْدِيَهُ يَشْرَحْ صَدْرَهُ لِلْإِسْلَامِ وَمَن يُرِدْ أَن يُضِلَّهُ يَجْعَلْ صَدْرَهُ ضَيِّقًا حَرَجًا كَأَنَّمَا يَصَّعَّدُ فِي السَّمَاءِ كَذَلِكَ يَجْعَلُ اللَّهُ الرِّجْسَ عَلَى الَّذِينَ لَا يُؤْمِنُونَ. അപ്പോൾ ആരെയെങ്കിലും നേർവഴിയിലാക്കാൻ താൻ ഉദ്ദേശിക്കുന്ന പക്ഷം അള്ളാഹു അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് വികസിപ്പിക്കുന്നതാണ്. ആരെയെങ്കിലും വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ ഹൃദയത്തെ സങ്കുചിതവും കുടുസായതുമാക്കുകയും ചെയ്യും. അവൻ ആകാശത്തേക്ക് വിഷമിച്ചു കയറിപ്പോകുന്നത് പോലെ സത്യവിശ്വാസം സ്വീകരിക്കാത്തവർക്ക് അള്ളാഹു അപ്രകാരം ശിക്ഷ നൽകുന്നതാണ്.
وهذا صراط ربك مستقيما قد فصلنا الآيات لقوم يذكرون. ഇത് താങ്കളുടെ റബ്ബിന്റെ മാർഗമാണ്. ചിന്തിക്കുന്ന ജനതയ്ക്ക് തീർച്ചയായും നാം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുത്തിരിക്കുന്നു. لهم دار السلام عند ربهم وهو وليهم بما كانوا يعملون. അവരുടെ റബ്ബിന്റെ അടുത്ത് അവർക്ക് രക്ഷയുടെ ഭവനമുണ്ട്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി അവൻ അല്ലാഹു അവരുടെ രക്ഷാധികാരിയാകുന്നു. ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس وقال أولياؤهم من الإنس ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله إن ربك حكيم عليم. അല്ലാഹു അവരെയെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം പറയപ്പെടും, ഓ ജിന്നു സമൂഹമേ, നിശ്ചയമായും നിങ്ങൾ ധാരാളം മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മനുഷ്യരിൽപ്പെട്ട അവരുടെ മിത്രങ്ങൾ പറയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ ചിലരെ ഉപയോഗപ്പെടുത്തിയിരുന്നു. നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധി ഞങ്ങൾക്ക് വന്നെത്തി. അപ്പോൾ അവൻ വിധിക്കും, നിങ്ങളുടെ വാസസ്ഥലം നരകമാകുന്നു, നിങ്ങളതിൽ സ്ഥിരതാമസക്കാരാണ്. അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ താങ്കളുടെ റബ്ബ് യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനും സർവജ്ഞനും തന്നെയാകുന്നു. وَكَذَلِكَ نُوَلِّي بَعْضَ الظَّالِمِينَ بَعْضًا بِمَا كَانُوا يَكْسِبُونَ. അപ്രകാരം അക്രമികളുടെ പ്രവർത്തികൾക്ക് പ്രതിഫലമായി നാം അവരിൽ ചിലരുടെ സഹകാരികളാക്കുന്നതാണ്. يا معشر الجن والإنس ألم يأتكم رسل منكم يقصون عليكم آياتي وينذرونكم لقاء يومكم هذا قالوا شهدنا على أنفسنا وغرتهم الحياة الدنيا وشهدوا على أنفسهم أنهم كانوا كافرين. ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, നിങ്ങളുടെ അടുക്കൽ എന്റെ ലക്ഷ്യങ്ങൾ വിവരിച്ചു തരികയും ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ വന്നില്ലേ എന്ന് പരലോകത്ത് വെച്ച് അല്ലാഹു ചോദിക്കും. അവർ പറയും, ഞങ്ങൾക്കെതിരായി ഞങ്ങൾ തന്നെ ഇതാ സാക്ഷി നിൽക്കുന്നു. ഇഹലോക ജീവിതം അവരെ വഞ്ചിതരാക്കിക്കളഞ്ഞു. തങ്ങൾ സത്യനിഷേധികളായിരുന്നുവെന്ന് സ്വന്തത്തിനെതിരായി അവർ തന്നെ സാക്ഷി പറയുകയാണ്. ذلك أن لم يكن ربك مهلك القرى بظلم وأهلها غافلون. ഒരു പ്രദേശക്കാരെ വിവരം നൽകപ്പെടാത്തവരായിരിക്കെ അവരുടെ അക്രമം നിമിത്തം നശിപ്പിക്കുന്നവനല്ല താങ്കളുടെ റബ്ബ് എന്നതുകൊണ്ടാണത് മുന്നറിയിപ്പ് നൽകുന്ന ദൂതന്മാരെ അയച്ചത്. وَلِكُلٍّ دَرَجَاتٌ مِّمَّا عَمِلُوا وَمَا رَبُّكَ بِغَافِلٍ عَمَّا يَعْمَلُونَ. എല്ലാവർക്കും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി പദവികളുണ്ട്. താങ്കളുടെ റബ്ബ് അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഒട്ടും അശ്രദ്ധനല്ല. وَرَبُّكَ الْغَنِيُّ ذُو الرَّحْمَةِ إِن يَشَأْ يُذْهِبْكُمْ وَيَسْتَخْلِفْ مِن بَعْدِكُم مَّا يَشَاءُ كَمَا أَنشَأَكُم مِّن ذُرِّيَّةِ قَوْمٍ آخَرِينَ.
താങ്കളുടെ റബ്ബ് സ്വയം പര്യാപ്തനും കരുണയുള്ളവനുമാകുന്നു. ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളെ അവൻ നശിപ്പിക്കുകയും മറ്റൊരു ജനതയുടെ സന്തതികളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ നിങ്ങൾക്കു ശേഷം താൻ ഉദ്ദേശിക്കുന്നവരെ നിങ്ങളുടെ പിൻഗാമികളാക്കി അവൻ നിശ്ചയിക്കുകയും ചെയ്യും. ഇന്നമാ തുഅദൂന ലആതിൻ വമാ അൻതും ബിമുഅ്ജിസീൻ. തീർച്ചയായും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് വന്നെത്തുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല. ഖുൽ യാ ഖൗമി അഅ്മലൂ അലാ മകാനതികും ഇന്നി ആമിൽ ഫസൗഫ തഅലമൂന മൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. പറയുക, എന്റെ ജനങ്ങളെ, നിങ്ങളുടെ നിലയിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക. തീർച്ചയായും ഞാൻ എന്റെ നിലയിൽ പ്രവർത്തിക്കുന്നവനാണ്. ഈ ലോക ജീവിതത്തിന്റെ അന്ത്യഫലം ആർക്കാണ് അനുകൂലമായി തീരുന്നതെന്ന് പിന്നീട് നിങ്ങൾ അറിഞ്ഞുകൊള്ളും. അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല. وَجَعَلُوا لِلَّهِ مِمَّا ذَرَأَ مِنَ الْحَرْثِ وَالْأَنْعَامِ نَصِيبًا فَقَالُوا هَذَا لِلَّهِ بِزَعْمِهِمْ وَهَذَا لِشُرَكَائِنَا فَمَا كَانَ لِشُرَكَائِهِمْ فَلَا يَصِلُ إِلَى اللَّهِ وَمَا كَانَ لِلَّهِ فَهُوَ يَصِلُ إِلَى شُرَكَائِهِمْ سَاءَ مَا يَحْكُمُونَ. അള്ളാഹുവിനു വേണ്ടി അവൻ സൃഷ്ടിച്ച ധാന്യങ്ങളിൽ നിന്നും നാൽക്കാലികളിൽ നിന്നും ഒരംശം അവർ നീക്കിവെച്ചു. എന്നിട്ട് തങ്ങളുടെ വാദമനുസരിച്ച് ഇത് അള്ളാഹുവിനുള്ളതും ഇത് ഞങ്ങളുടെ പങ്കുകാർക്കുള്ളതുമാണ് എന്നവർ പറഞ്ഞു. അങ്ങനെ അവരുടെ പങ്കുകാർക്കുള്ളത് അള്ളാഹുവിലേക്ക് എത്തുകയില്ല, അള്ളാഹുവിനുള്ളത് അവരുടെ പങ്കുകാർക്കെത്തുകയും ചെയ്യും. അവരുടെ വിധി വളരെ ചീത്ത തന്നെ. وَكَذَلِكَ زَيَّنَ لِكَثِيرٍ مِّنَ الْمُشْرِكِينَ قَتْلَ أَوْلَادِهِمْ شُرَكَاؤُهُمْ لِيُرْدُوهُمْ وَلِيَلْبِسُوا عَلَيْهِمْ دِينَهُمْ وَلَوْ شَاءَ اللَّهُ مَا فَعَلُوهُ فَذَرْهُمْ وَمَا يَفْتَرُونَ. അപ്രകാരം തന്നെ മുശ്രിക്കുകളിൽ അധികം ആളുകൾക്കും തങ്ങളുടെ സന്താനങ്ങളെ കൊല്ലുന്നത് അവരുടെ പങ്കാളികൾ ഭംഗിയാക്കി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അവരെ നാശത്തിൽപ്പെടുത്താനും തങ്ങളുടെ മതം അവർക്ക് തിരിച്ചറിയാതാക്കുവാനും വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് അവരെയും അവർ കെട്ടിയുണ്ടാക്കുന്ന കള്ളവാദങ്ങളെയും താങ്കൾ വിട്ടേക്കുക. وَقَالُوا هَٰذِهِ أَنْعَامٌ وَحَرْثٌ حِجْرٌ لَّا يَطْعَمُهَا إِلَّا مَن نَّشَاءُ بِزَعْمِهِمْ وَأَنْعَامٌ حُرِّمَتْ ظُهُورُهَا وَأَنْعَامٌ لَّا يَذْكُرُونَ اسْمَ اللَّهِ عَلَيْهَا افْتِرَاءً عَلَيْهِ سَيَجْزِيهِم بِمَا كَانُوا يَفْتَرُونَ. ഇത് വിരോധിക്കപ്പെട്ട കാലികളും ധാന്യവുമാണ്. നാം ഉദ്ദേശിക്കുന്നവരല്ലാതെ ഇത് ഭക്ഷിക്കുന്നതല്ല എന്ന് തങ്ങളുടെ അടിസ്ഥാനമില്ലാത്ത വാദമനുസരിച്ച് അവർ പറയുന്നു. ഇത് വാഹനമായി ഉപയോഗിക്കുന്നത് നിരോധിക്കപ്പെട്ട കാലികളാണ്. ഇത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ അറുക്കപ്പെടുന്ന കാലികളാണ് എന്നവർ പറയുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെ പേരിൽ അവർ കെട്ടിയുണ്ടാക്കിയതത്രേ. കള്ളം കെട്ടിയുണ്ടാക്കിയിരുന്നതിന് അവർക്ക് തക്ക പ്രതിഫലം അവൻ കൊടുക്കുന്നതാണ്. وَقَالُوا مَا فِي بُطُونِ هَٰذِهِ الْأَنْعَامِ خَالِصَةٌ لِّذُكُورِنَا وَمُحَرَّمٌ عَلَىٰ أَزْوَاجِنَا وَإِن يَكُن مَّيْتَةً فَهُمْ فِيهِ شُرَكَاءُ سَيَجْزِيهِمْ وَصْفَهُمْ
إنه حكيم عليم. ഈ കാലികളുടെ വയറ്റിലുള്ളത് ഞങ്ങളുടെ പുരുഷന്മാർക്ക് അനുവദനീയവും സ്ത്രീകൾക്ക് നിഷിദ്ധവുമാണെന്ന് അവർ വാദിക്കുന്നു. അത് ശവമാണെങ്കിൽ രണ്ടു കൂട്ടരും അതിൽ പങ്കുകാരുമാണ്. അവർക്ക് ആ വ്യാജ വിവരണത്തിന് അവൻ പ്രതിഫലം കൊടുക്കും. തീർച്ചയായും അവൻ സർവജ്ഞനും യുക്തിമാനുമാകുന്നു. قد خسر الذين قتلوا أولادهم سفها بغير علم وحرموا ما رزقهم الله افتراء على الله قد ضلوا وما كانوا مهتدين. യാതൊരു വിവരവുമില്ലാതെ മൗഢ്യമായി തങ്ങളുടെ സന്താനങ്ങളെ കൊല്ലുകയും അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിയുണ്ടാക്കിക്കൊണ്ട് അവൻ തങ്ങൾക്ക് നൽകിയ വസ്തുക്കൾ നിഷിദ്ധമാക്കുകയും ചെയ്തവർ നഷ്ടപ്പെട്ടവരായിരിക്കുന്നു. തീർച്ച അവർ വഴിവിഴച്ചു പോവുക തന്നെ ചെയ്തു. അവർ നേർമാർഗം പ്രാപിച്ചവരായതുമില്ല. وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. പന്തലിൽ പടർത്തപ്പെടുന്നവയും പടർത്തപ്പെടാത്തവയുമായ തോട്ടങ്ങളെയും ഫലങ്ങൾ വ്യത്യസ്തങ്ങളായ ഈത്തപ്പനകളെയും ധാന്യവർഗത്തെയും ചില കാര്യങ്ങളിൽ സാദൃശ്യമുള്ളതും മറ്റു ചിലതിൽ സാദൃശ്യമില്ലാത്തതുമായ ഒലിവുമരം, ഉറുമാൻ പഴവൃക്ഷം എന്നിവയെയും അവനാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അവ കായ്ച്ചാൽ അവയുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും അവ പറിച്ചെടുക്കുന്ന ദിവസം അതിലുള്ള അവകാശം കൊടുക്കുകയും ചെയ്യുക. തിന്നുന്നതിലും കൊടുക്കുന്നതിലും നിങ്ങൾ അമിതമാക്കരുത്. അമിതമാക്കുന്നവരെ അല്ലാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. وَمِنَ الْأَنْعَامِ حَمُولَةً وَفَرْشًا كُلُوا مِمَّا رَزَقَكُمُ اللَّهُ وَلَا تَتَّبِعُوا خُطُوَاتِ الشَّيْطَانِ إِنَّهُ لَكُمْ عَدُوٌّ مُبِينٌ. കാലികളിൽ നിന്ന് വലിയ ഒട്ടകങ്ങളെപ്പോലെ ഭാരം ചുമക്കാൻ പറ്റുന്നവയെയും ആടിനെപ്പോലെ ഭാരം ചുമക്കാൻ പറ്റാത്തവയെയും അവനാണ് സൃഷ്ടിച്ചത്. അല്ലാഹു നിങ്ങൾക്ക് ആഹാരമായി നൽകിയതിൽ നിന്ന് ഭക്ഷിക്കുക. പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. തീർച്ചയായും അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാകുന്നു. 8 أزواج من الضأن 2 ومن المعز 2 قل أذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين نبئوني بعلم إن كنتم صادقين. അതായത് 8 വർഗം നാൽക്കാലികളെ അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. നെയ്യാടിൽ 2 വർഗം ആണും പെണ്ണും, കോലാടിലും 2 വർഗം. താങ്കൾ ചോദിക്കുക, 2 വർഗത്തിൽ നിന്നും ആണിനെയോ അതല്ല 2ൽ നിന്നുള്ള പെണ്ണിനെയോ, അതുമല്ല 2 വർഗത്തിൽ നിന്നും പെണ്ണിന്റെ ഗർഭാശയത്തിൽ ജനിച്ചതോ ഏതാണ് അല്ലാഹു നിഷിദ്ധമാക്കിയത്? സത്യവാദികളാണെങ്കിൽ നിങ്ങൾ ശരിയായ വിവരത്തോടെ എന്നോട് പറയുക. وَمِنَ الْإِبِلِ 2 وَمِنَ الْبَقَرِ 2 قُلْ أَذَّكَرَيْنِ حَرَّمَ أَمِ الْأُنثَيَيْنِ أَمَّا اشْتَمَلَتْ عَلَيْهِ أَرْحَامُ الْأُنثَيَيْنِ أَمْ كُنتُمْ شُهَدَاءَ إِذْ وَصَّاكُمُ اللَّهُ بِهَذَا فمن أظلم ممن
من افترى على الله كذبا ليضل الناس بغير علم إن الله لا يهدي القوم الظالمين. അതുപ്രകാരം തന്നെ ഒട്ടകത്തിൽ നിന്ന് 2 വർഗത്തെയും മാടിൽ നിന്ന് 2 വർഗത്തെയും അവൻ സൃഷ്ടിച്ചു. താങ്കൾ ചോദിക്കുക, 2 പുരുഷവർഗത്തെയോ അതല്ല 2 സ്ത്രീവർഗത്തെയോ, അതുമല്ല 2 സ്ത്രീവർഗത്തിന്റെ ഗർഭാശയത്തിൽ ജനിച്ചതോ, ഏതാണ് അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത്? ഇവയിൽ ഏതെങ്കിലും അവൻ നിഷിദ്ധമാക്കിയതായി വല്ല രേഖയും അവൻ അയച്ചു തന്നിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ നിങ്ങളോടിത് നേരിട്ട് കൽപ്പിക്കത്തക്ക വിധം അവന്റെ അടുത്ത് നിങ്ങൾ ഹാജരായിരുന്നോ? അപ്പോൾ യാതൊരു അറിവുമില്ലാതെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയുന്നവനേക്കാൾ അക്രമി ആരാണ്? അക്രമികളായ ജനതയെ അള്ളാഹു നേർമാർഗത്തിലാക്കുന്നതല്ല തീർച്ച. قُل لَّا أَجِدُ فِيمَا أُوحِيَ إِلَيَّ مُحَرَّمًا عَلَى طَاعِمٍ يَطْعَمُهُ إِلَّا أَن يَكُونَ مَيْتَةً أَوْ دَمًا مَّسْفُوحًا أَوْ لَحْمَ خِنزِيرٍ فَإِنَّهُ رِجْسٌ أَوْ فِسْقًا أُهِلَّ لِغَيْرِ اللَّهِ بِهِ فَمَنِ اضْطُرَّ غَيْرَ بَاغٍ وَلَا عَادٍ فَإِنَّ رَبَّكَ غَفُورٌ رَّحِيمٌ. പറയുക, ശവം, ഒലിക്കുന്ന രക്തം, പന്നിമാംസം അത് അശുദ്ധം തന്നെയാണ്. അല്ലാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെട്ട നിയമവിരുദ്ധമായി തീർന്നത്. ഇവയല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവന്, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഭക്ഷിക്കാൻ പാടില്ലെന്ന് എനിക്ക് നൽകപ്പെട്ട സന്ദേശങ്ങളിൽ ഞാൻ കാണുന്നില്ല. എന്നാൽ ആഗ്രഹിച്ചവനോ അതിര് കവിഞ്ഞവനോ അല്ലാത്ത നിലയ്ക്ക് ആരെങ്കിലും ആ നിഷിദ്ധ സാധനം ഭക്ഷിക്കാൻ നിർബന്ധിതനായാൽ അത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. തീർച്ചയായും താങ്കളുടെ റബ്ബ് വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. وَعَلَى الَّذِينَ هَادُوا حَرَّمْنَا كُلَّ ذِي ظُفُرٍ وَمِنَ الْبَقَرِ وَالْغَنَمِ حَرَّمْنَا عَلَيْهِمْ شُحُومَهُمَا إِلَّا ما حملت ظهورهما أو الحوايا أو ما اختلط بعظم ذلك جزيناهم ببغيهم وإنا لصادقون. ജൂതന്മാർക്ക് നഖമുള്ള എല്ലാ ജീവികളെയും നാം നിഷിദ്ധമാക്കി. പശു, ആട് എന്നിവയിൽ നിന്ന് അവയുടെ കൊഴുപ്പുകളും നിരോധിച്ചു. പക്ഷേ അവയുടെ മുതുകിലുള്ളതോ കുടലിലുള്ളതോ എല്ലുമായി ഒട്ടിച്ചേർന്നതോ ഇതിൽ പെടുകയില്ല. അതിക്രമം കാരണം അവർക്ക് പ്രതിഫലമായി നൽകിയ ശിക്ഷയാണത്. തീർച്ചയായും നാം സത്യം പറയുന്നവനാകുന്നു. فَإِن كَذَّبُوكَ فَقُل رَّبُّكُمْ ذُو رَحْمَةٍ وَاسِعَةٍ وَلَا يُرَدُّ بَأْسُهُ عَنِ الْقَوْمِ الْمُجْرِمِينَ. എന്നാൽ അവർ താങ്കളെ നിഷേധിച്ചാൽ ഇങ്ങനെ പറയുക, നിങ്ങളുടെ റബ്ബ് വിശാലമായ കരുണയുള്ളവനാണ്. കുറ്റവാളികളിൽ നിന്ന് അവന്റെ ശിക്ഷ തിരിക്കപ്പെടുന്നതല്ല. سيقول الذين أشركوا لو شاء الله ما أشركنا ولا آباؤنا ولا حرمنا من شيء كذلك كذب الذين من قبلهم حتى ذاقوا بأسنا قل هل عندكم من علم فتخرجوه لنا إن تتبعون إلا الظن وإن أنتم إلا تخرصون. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും ബഹുദൈവ വിശ്വാസികളാകുമായിരുന്നില്ല. ഞങ്ങൾ യാതൊന്നും നിഷിദ്ധമാക്കുകയും ചെയ്യുമായിരുന്നില്ല എന്ന് മുശ്രിക്കുകൾ പറയും. അപ്രകാരം അവരുടെ മുമ്പുള്ളവരും നമ്മുടെ ശിക്ഷ അനുഭവിക്കുന്നതുവരെ
നബിമാരെ, നിഷേധിച്ചിട്ടുണ്ട്. താങ്കൾ ചോദിക്കുക, ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ തക്ക വല്ല അറിവും നിങ്ങളുടെ പക്കലുണ്ടോ? നിങ്ങൾ വെറും അന്ധവിശ്വാസത്തെ അനുകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ കളവ് പറയുക മാത്രമാണ് ചെയ്യുന്നത്. قُلْ فَلِلَّهِ الْحُجَّةُ الْبَالِغَةُ فَلَوْ شَاءَ لَهَدَاكُمْ أَجْمَعِينَ. പറയുക, അല്ലാഹുവിനാണ് പരിപൂർണമായ തെളിവുള്ളത്. ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ നിങ്ങളെ എല്ലാവരെയും സന്മാർഗത്തിലാക്കുമായിരുന്നു. قُلْ هَلُمَّ شُهَدَاءَكُمُ الَّذِينَ يَشْهَدُونَ أَنَّ اللَّهَ حَرَّمَ هَذَا فَإِن شَهِدُوا فَلَا تَشْهَدْ مَعَهُمْ وَلَا تَتَّبِعْ أَهْوَاءَ الَّذِينَ كَذَّبُوا بِآيَاتِنَا وَالَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ وَهُمْ بِرَبِّهِمْ يَعْدِلُونَ. പറയുക, ഇത് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ടെന്ന് സാക്ഷ്യം വഹിക്കുന്ന നിങ്ങളുടെ സാക്ഷികളെ കൊണ്ടുവരിക. എന്നിട്ട് അവർ സാക്ഷി പറഞ്ഞാൽ തന്നെ താങ്കൾ അവരോടൊപ്പം സാക്ഷിയാകരുത്. നമ്മുടെ വചനങ്ങളെ നിഷേധിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കാതിരിക്കുകയും തങ്ങളുടെ റബ്ബിനോട് മറ്റു വസ്തുക്കളെ സമപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ തന്നിഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റരുത്. قُلْ تَعَالَوْا أَتْلُ مَا حَرَّمَ رَبُّكُمْ عَلَيْكُمْ أَلَّا تُشْرِكُوا بِهِ شَيْئًا وَبِالْوَالِدَيْنِ إِحْسَانًا وَلَا تَقْتُلُوا أَوْلَادَكُمْ مِنْ إِمْلَاقٍ نَحْنُ نَرْزُقُكُمْ وَإِيَّاهُمْ وَلَا تَقْرَبُوا الْفَوَاحِشَ مَا ظَهَرَ مِنْهَا وَمَا بَطَنَ وَلَا تَقْتُلُوا النَّفْسَ الَّتِي حَرَّمَ اللَّهُ إِلَّا بِالْحَقِّ ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَعْقِلُونَ. പറയുക, നിങ്ങൾ വരുക, നിങ്ങളുടെ റബ്ബ് നിഷിദ്ധമാക്കിയത് ഞാൻ ഓതിക്കേൾപ്പിക്കാം. ഒരു വസ്തുവിനെയും അവനോട് നിങ്ങൾ പങ്കുചേർക്കരുത്. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ദാരിദ്ര്യം കാരണമായി സ്വസന്താനങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത്. നിങ്ങൾക്കും അവർക്കും ആഹാരം നൽകുന്നത് നാമാണ്. നീചവൃത്തികളിൽ പരസ്യമായതിനെയും രഹസ്യമായതിനെയും നിങ്ങൾ സമീപിക്കരുത്. അല്ലാഹു വിരോധിച്ചിട്ടുള്ള ജീവനെ ന്യായമായ കാരണം കൂടാതെ നിങ്ങൾ കൊന്നുകളയരുത്. ശരിയായി ചിന്തിച്ചു ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം അവൻ നിങ്ങളോട് ഉപദേശിച്ചിട്ടുള്ളത്. وَلَا تَقْرَبُوا مَالَ الْيَتِيمِ إِلَّا بِالَّتِي هِيَ أَحْسَنُ حَتَّى يَبْلُغَ أَشُدَّهُ وَأَوْفُوا الْكَيْلَ وَالْمِيزَانَ بِالْقِسْطِ لَا نُكَلِّفُ نَفْسًا إِلَّا وُسْعَهَا وَإِذَا قُلْتُمْ فَاعْدِلُوا وَلَوْ كَانَ ذَا قُرْبَى وَبِعَهْدِ اللَّهِ أَوْفُوا ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَذَكَّرُونَ. അനാഥകുട്ടിക്ക് പ്രായം തികയുന്നതുവരെ ഏറ്റവും നല്ല നിലക്കല്ലാതെ അതിന്റെ ധനത്തെ നിങ്ങൾ സമീപിക്കരുത്. അളവും തൂക്കവും നീതിപൂർവം നിങ്ങൾ പൂർത്തിയാക്കണം. ഒരാളോടും അയാളുടെ കഴിവിനപ്പുറം ചെയ്യാൻ നാം കൽപ്പിക്കുന്നതല്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ അവൻ അടുത്ത ബന്ധുവായാലും നിങ്ങൾ നീതി പാലിക്കണം. അല്ലാഹുവുമായുള്ള ഉടമ്പടി നിങ്ങൾ പൂർത്തിയാക്കുക. ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം നിങ്ങളോട് അവൻ ഉപദേശിച്ചിരിക്കുന്നത്. وَأَنَّ هَذَا صِرَاطِي مُسْتَقِيمًا فَاتَّبِعُوهُ وَلَا تَتَّبِعُوا السُّبُلَ فَتَفَرَّقَ بِكُمْ عَن سَبِيلِهِ ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَتَّقُونَ. തീർച്ചയായും ഇതാണെന്റെ നേരായ മാർഗം. അതിനാൽ നിങ്ങൾ ഇതിനെ പിൻപറ്റുക. വിഭിന്ന മാർഗങ്ങളെ പിൻപറ്റരുത് എന്നും അവൻ ഉപദേശിക്കുന്നു. അവന്റെ മാർഗങ്ങളിൽ നിന്ന് അവ വിഭിന്ന മാർഗങ്ങൾ നിങ്ങളെ തെറ്റിച്ചു കളയും. നിങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളെ ഇതെല്ലാം ഉപദേശിക്കുന്നത്. ثُمَّ آتَيْنَا مُوسَى الْكِتَابَ تَمَامًا عَلَى الَّذِي أَحْسَنَ وَتَفْصِيلًا لِكُلِّ شَيْءٍ وَهُدًى وَرَحْمَةً لَعَلَّهُمْ
بلقاء ربهم يؤمنون. പിന്നീട് നാം നിങ്ങളോട് പറയുന്നു, നല്ലത് പ്രവർത്തിച്ചവർക്ക് നമ്മുടെ അനുഗ്രഹം പൂർത്തിയാക്കി കൊടുക്കുവാനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കാനും മാർഗദർശനവും കരുണയുമായിക്കൊണ്ടും മൂസാ നബിക്ക് നാം ഗ്രന്ഥം നൽകി തങ്ങളുടെ റബ്ബുമായി കണ്ടുമുട്ടുമെന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ് നാം അങ്ങനെ ചെയ്തത്. وَهَذَا كِتَابٌ أَنزَلْنَاهُ مُبَارَكٌ فَاتَّبِعُوهُ وَاتَّقُوا لَعَلَّكُمْ تُرْحَمُونَ. ഇത് നാം ഇറക്കിയിട്ടുള്ള അനുഗ്രഹീത ഗ്രന്ഥമാകുന്നു. അതിനാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായി തീരേണ്ടതിന് ഇതിനെ നിങ്ങൾ പിന്തുടരുക, ദുർമാർഗത്തെ സൂക്ഷിക്കുകയും ചെയ്യുക. إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين. ഞങ്ങൾക്ക് മുമ്പുള്ള രണ്ട് കൂട്ടർക്ക് മാത്രമാണ് ഗ്രന്ഥം ഇറക്കപ്പെട്ടത്. ഞങ്ങളാകട്ടെ അത് വായിച്ചു ഗ്രഹിക്കുന്നതിനെക്കുറിച്ച് അറിവില്ലാത്തവരുമായിരുന്നു എന്നു നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് നാം ഈ ഗ്രന്ഥം ഇറക്കിത്തന്നത്. أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗ്രന്ഥം ഇറക്കി തന്നിരുന്നെങ്കിൽ അവരെക്കാൾ സന്മാർഗം പ്രാപിച്ചവരാകുമായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം ഇറക്കിയത്. അതുകൊണ്ട് നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്കിതാ വ്യക്തമായ ദൃഷ്ടാന്തവും മാർഗദർശനവും കാരുണ്യവും വന്നിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അവയെ വിട്ട് പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിട്ട് പിന്തിരിയുന്നവർക്ക് അവർ പിന്തിരിഞ്ഞത് നിമിത്തം കഠിനമായ ശിക്ഷ നാം പ്രതിഫലം നൽകുന്നതാണ്. هل ينظرون إلا أن تأتيهم الملائكة أو يأتي ربك أو يأتي بعض آيات ربك يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون. മലക്കുകളോ തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ശിക്ഷയോ തങ്ങൾക്ക് വന്നെത്തുന്നതോ താങ്കളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വരുന്നതോ അല്ലാതെ ഇനി എന്താണ് അവർ കാത്തിരിക്കുന്നത്? താങ്കളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വരുന്ന ദിവസം മുമ്പ് വിശ്വസിക്കുകയോ വിശ്വാസത്തോടുകൂടി നല്ലത് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലാത്ത യാതൊരാൾക്കും തന്റെ വിശ്വാസം ഫലം ചെയ്യുകയില്ല. താങ്കൾ പ്രഖ്യാപിക്കുക, നിങ്ങൾ കാത്തിരുന്നുകൊള്ളുക, നിശ്ചയമായും ഞങ്ങളും കാത്തിരിക്കുന്നവരാകുന്നു. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈഇ ഇന്നമാ അംറുഹും ഇലല്ലാഹി ثم ينبئهم بما كانوا يفعلون.
തീർച്ചയായും തങ്ങളുടെ മതത്തെ ഭിന്നിപ്പിക്കുകയും വിവിധ കക്ഷികളായി തീരുകയും ചെയ്തിട്ടുള്ളവരുമായി താങ്കൾക്ക് യാതൊരു ബന്ധവുമില്ല. അവരുടെ കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ സമർപ്പിക്കപ്പെട്ടതു തന്നെ. തങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അവരെ പിന്നീടവൻ അറിയിക്കുന്നതാണ്. من جاء بالحسنة فله 10 أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. ആരെങ്കിലും നന്മ പ്രവർത്തിച്ചാൽ അവന് അതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ട്. ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ അതുപോലെയുള്ളതേ പ്രതിഫലമായി നൽകപ്പെടുകയുള്ളൂ. അവരോട് ഒട്ടും അനീതി ചെയ്യപ്പെടുകയില്ല. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. പറയുക, എന്റെ റബ്ബ് എന്നെ നേർമാർഗത്തിൽ ചേർത്തിരിക്കുന്നു, അതായത് വക്രതയില്ലാത്ത മതത്തിൽ, ഋജുമാനസ്സനായ ഇബ്രാഹിം നബിയുടെ മാർഗത്തിൽ. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ആളായിട്ടില്ല. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. പറയുക, എന്റെ നിസ്കാരവും എന്റെ മറ്റെല്ലാ ആരാധനകളും എന്റെ ജീവിതവും എന്റെ മരണവുമെല്ലാം സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനു വേണ്ടിയാണ്. لا شريك له وبذلك أمرت وأنا أول المسلمين. അവന് യാതൊരു പങ്കുകാരനുമില്ല, അതുകൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവരിൽ ഒന്നാമനാണ്. قل أغير الله أبغي ربا وهو رب كل شيء ولا تكسب كل نفس إلا عليها ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون. പറയുക, അല്ലാഹു അല്ലാത്തവരെയാണോ ഞാൻ രക്ഷിതാവായി അന്വേഷിക്കേണ്ടത്? അവനാകട്ടെ സർവ്വവസ്തുക്കളുടെയും രക്ഷിതാവാണ് താനും. ഓരോ മനുഷ്യനും പ്രവർത്തിക്കുന്നത് അയാൾക്കല്ലാതെ ബാധകമാകുന്നതല്ല. കുറ്റം ചുമന്ന യാതൊരാളും മറ്റൊരാളുടെ കുറ്റം ഏറ്റെടുക്കുന്നതുമല്ല. പിന്നെ നിങ്ങളുടെ മടക്കം നിങ്ങളുടെ രക്ഷിതാവിലേക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ നിങ്ങളെ അറിയിക്കുന്നതാകുന്നു. وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم إن ربك سريع العقاب وإنه لغفور رحيم. നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും നിങ്ങളിൽ ചിലരെ മറ്റു ചിലരേക്കാൾ പല പടികൾ ഉയർത്തിവെക്കുകയും ചെയ്തത് അവനാണ്. അവൻ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് അവൻ നൽകിയ കഴിവിൽ പരീക്ഷിക്കുവാനാണ്. തീർച്ചയായും താങ്കളുടെ റബ്ബ് വളരെ വേഗം ശിക്ഷിക്കുന്നവനാകുന്നു. അവൻ ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനും തന്നെയാകുന്നു.